ദൈവം എങ്ങനെ മനുഷ്യനെ രക്ഷിച്ചു, മനുഷ്യനെ എങ്ങനെ രക്ഷ നൽകി എന്നുള്ള ഒരു ചരിത്രമാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പഞ്ചഗ്രന്ഥിയിലെ അവസാനത്തെ ഗ്രന്ഥമായ നിയമാവർത്തനത്തില് അതിന്റെ ചരിത്രം കൂടുതൽ വ്യക്തമായിട്ട് ഈ മറ്റ് 4 പുസ്തകങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് ജോഷയുടെ പുസ്തകം, മോശ അവരെ കാനാൻ നാട്ടിൽ എത്തിച്ചെങ്കിലും ശരിക്ക് മോശയ്ക്ക് കാനാൻ നാട്ടിലേക്ക് കാലുകുത്താനായിട്ട് സാധിച്ചില്ല. നെബോ മലയിൽ വെച്ച് മോശ മരിക്കുകയാണ്. പിന്നെ അവരെ ജോർദാൻ കടത്തി കൊണ്ടുപോകുന്നത് ജോഷുവയുടെ നേതൃത്വത്തിലാണ്. പിന്നെ അതിനു ശേഷം വരുന്ന ന്യായാധിപന്മാര്, ഒരു കാലഘട്ടത്തിൽ അവർക്ക് രാജാക്കന്മാരും ഇല്ല, മറ്റ് പ്രവാചകന്മാരും ഇല്ലാത്ത അവസ്ഥയില് ലോക്കൽ ലീഡേഴ്സ് ആയിട്ട് കുറച്ച് ആളുകളെ ദൈവം നിയോഗിച്ചു. അപ്പോ അവരാണ് ന്യായാധിപന്മാര്. പിന്നെ പ്രവാചകന്മാര് സാമുവേൽ ന്റെ പുസ്തകങ്ങള്, രാജാക്കന്മാരുടെ പുസ്തകം. അത് കഴിഞ്ഞിട്ട് ഈ 3 രാജാക്കന്മാരാണ് അവർക്ക് ഉണ്ടായിരുന്നത്. രാജ്യം വിഭജിക്കപ്പെടുന്നു. വിഭജിക്കപ്പെട്ട 3 രാജാക്കന്മാർക്ക് ശേഷം രാജ്യം വിഭജിക്കപ്പെട്ട് അതിനെ ഇസ്രായേൽ എന്നും യൂദ എന്നും 2 പേര് ലഭിക്കുകയാണ്. ആ വിഭജിച്ച രാജ്യത്തില് ഒരു ഇസ്രായേൽക്കാര് അസീറിയൻ പ്രവാസത്തിലേക്ക് പോകുന്നു. മറ്റേ യൂദ രാജ്യം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നു. പിന്നെ അവിടെ വരുന്ന പ്രധാന ദൈവശാസ്ത്ര ദർശനങ്ങള്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് വിപ്രവാസവും ദിനവൃത്താന്ത ചരിത്രവും. ദിനവൃത്താന്തത്തിന്റെ ദൈവശാസ്ത്രം കാണുന്നു. എസ്ര, നെഹമ്യവര് ജെറുസലേം ദേവാലയം പുതുക്കിപ്പണി നിർവഹിച്ച പങ്ക്, യവന കാലഘട്ടത്തിലെ പ്രബോധന രീതി, തോബിത്ത്, യൂതിത്ത്, എസ്തർ, റൂത്ത്, യഹൂദരുടെ സ്വതന്ത്ര സമര ചരിത്രം. ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഭാഗത്തിലെ നിയമാവർത്തനവും നിയമാവർത്തന ചരിത്രത്തെയും കുറിച്ചിട്ട് നമ്മൾ കാണുകയാണ്. നിയമാവർത്തന ചരിത്രം, നിയമാവർത്തന ഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ അധ്യായങ്ങളാണ് നിയമാവർത്തനം 12 മുതൽ 26 വരെയുള്ളത്. അവരുടെ പഞ്ചഗ്രന്ഥിയുടെ കേന്ദ്രം എന്ന് തന്നെ പറയാം. ഈ ഭാഗം നിയമാവർത്തന ഗ്രന്ഥത്തെ കുറിച്ച് മാത്രമല്ല, പഞ്ചഗ്രന്ഥിയെ മുഴുവനും എന്നതുപോലെ നിയമപ്രവാചക ഗ്രന്ഥങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അടിത്തറ നൽകുന്ന ഭാഗമാണ്. മോശയ്ക്ക് ശേഷം വളരെ കാലം കഴിഞ്ഞ് മോശയുടെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിയമാവർത്തന നിയമസംഹിത നൽകുന്നത്. നമുക്കറിയാം, ഇവരിങ്ങനെ ഇസ്രായേൽക്കാരെ ചെങ്കടൽ കടന്നു പോകുമ്പോൾ ഇത് എഴുതിക്കൊണ്ടല്ല പോയത്. പിന്നീട് അവര് ഒരു ദൈവശാസ്ത്രപരമായ ഒരു പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവര് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകാണ്, ദൈവം ഞങ്ങളെ ഇത്രയൊക്കെ പരിപാലിച്ച് കൊണ്ടെത്തിച്ച് ഇങ്ങനെ നടത്തിയല്ലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പൊ അതിന് ശേഷം എഴുതിയതാണ് ഈ ആദ്യം വാമൊഴിയായിട്ടാണ് ഇത് പോകുക. പിന്നീട് അവരത് കളക്ട് ചെയ്ത് ഇത് വരമൊഴിയായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് നിയമാവർത്തനം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പഞ്ചഗ്രന്ഥത്തിലെ നിയമാവർത്തന ഗ്രന്ഥത്തിൽ മാത്രമാണ് അവിടെ നിയമഗ്രന്ഥം എന്ന് പേര് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, നിയമാവർത്തനം 17, 19, 20, 28, 58 ഈ ഗ്രന്ഥത്തെ നിയമഗ്രന്ഥം എന്ന് വിളിക്കുകയാണ്. അപ്പൊ അതിനു മുൻപ് ഇതിനെ ഉപദേശം എന്ന അർത്ഥത്തിലാണ് ആളുകൾ കണ്ടിരുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യയ്ക്ക് നിൽക്കുമ്പോൾ കുറെ ഉപദേശങ്ങള് ദൈവം ജനതകൾക്ക് നൽകുന്നു. പക്ഷെ നിയമാവർത്തന ഗ്രന്ഥത്തിൽ അടിയോരായിട്ട് പറയുന്നുണ്ട്, ഇതൊരു നിയമമാണ് നിങ്ങൾക്ക് നൽകുന്നത്. മോശയുടെ നിയമഗ്രന്ഥം എന്നാണ് പഞ്ചഗ്രന്ഥിയെ വിശേഷിപ്പിക്കുന്നതെങ്കിലും നിയമാവർത്തനത്തിലോ നിയമാവർത്തന ചരിത്രത്തിലോ ആണ് മോശയുടെ നിയമഗ്രന്ഥം ആദ്യമായിട്ട് പദം വന്നിരുന്നത്. ഈ ഗ്രന്ഥത്തെ കുറിച്ച് ഈ നിയമഗ്രന്ഥം എന്ന് ഗ്രന്ഥകർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. 29, 21, 30, 10, 31, 26 ഇവിടെയുള്ളത് ആവർത്തിച്ച് പറയാണ്. മോശയാണ് ഗ്രന്ഥകർത്താവ് എന്ന് പ്രഖ്യാപിക്കുന്ന പഞ്ചഗ്രന്ഥിയിലെ ഏക ഗ്രന്ഥം നിയമാവർത്തന പുസ്തകമാണ്. നിയമാവർത്തനം 31:9 പറയുന്നുണ്ട് മോശയാണ് പഞ്ചഗ്രന്ഥിയുടെ കർത്താവ് എന്നുള്ളത്. ഇങ്ങനെ ഇവര് നിയമാവർത്തനം എഴുതി ഇങ്ങനെ കുറേശ്ശായിട്ടാണല്ലോ എഴുതി ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗം ഇവർക്ക് എഴുതിയവർ വെച്ചെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു അവരുടെ കയ്യിൽ നിന്ന്.
പിന്നീട് ഈ നിയമഗ്രന്ഥം കണ്ടെടുക്കുകയാണ്. ജോസിയ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇത് കണ്ടെടുത്തത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വ്യക്തമായിട്ട് ഇത് വിവരിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 22-23 നിങ്ങൾ പിന്നീട് ബൈബിള് തുറന്നു നോക്കുകയല്ലേ, ഇപ്പോൾ ഉള്ളവർ നോക്കുകയോ ചെയ്താൽ അറിയാം. അതിലെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് നിയമഗ്രന്ഥം കണ്ടെടുക്കുന്നു എന്നാണ്. അപ്പൊ ജോസിയ ഈ നിയമഗ്രന്ഥം കണ്ടെത്തി. അപ്പൊ അത് പരിശോധിച്ചപ്പോൾ ദേവാലയത്തിൽ സംഭരിക്കപ്പെട്ടിരുന്ന വസ്തുവകൾ ജോസിയ രാജാവിന്റെ കാലത്താണ് പരിശോധിച്ചപ്പോൾ അവയ്ക്കിടയിൽ നിന്ന് അവർക്കൊരു ഗ്രന്ഥം കിട്ടുകയാണ്. ഈ ഗ്രന്ഥം ഒരു രാജാവിന് കൊണ്ടുപോയി സമർപ്പിച്ചു. രാജാവിന് ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു കുൽദ എന്ന പ്രവാചികയുടെ അടുത്തേക്ക് ഈ നിയമഗ്രന്ഥം കൊടുത്തയക്കുകയാണ്. അതൊരു സ്ത്രീയാണ്, കുൽദ എന്ന, ജർമ്മനിയിലൊക്കെ ഇതൊരു കോമൺ നെയിമാണ് ഹുൽദ. നമ്മുടെ അവിടെ ഹിൽഡ എന്ന് പറയും. അപ്പൊ ആ പ്രവാചികയുടെ അടുത്തേക്ക് ഈ നിയമഗ്രന്ഥം എത്തിച്ചു. അപ്പൊ ആ ഗ്രന്ഥം പരിശോധിച്ചിട്ടുള്ള പ്രവാചിക പറഞ്ഞു, ഇത് കർത്താവിന്റെ നിയമമാണ്. പ്രവാചിക പറയാണ്, ഇത് കർത്താവിന്റെ നിയമമാണ്. അങ്ങനെ ഈ കർത്താവിന്റെ നിയമമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസിയ രാജാവിന് കൂടുതൽ ആകാംക്ഷയായി, ഇതെന്താണ് ആ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കടന്നുപോയപ്പോൾ ഈ പ്രവാചക പറഞ്ഞു, നമ്മൾക്ക് ഏകദൈവം യാഹ്വേ മാത്രമാണ്, മറ്റാരെ ആരാധിച്ചാലും അത് വിഗ്രഹമാണ്. അപ്പൊ ഈ ജോസിയ രാജാവിന്റെ കാലഘട്ടത്തില് അവർ കുറെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. രാജാവ് ജെറുസലേം ദേവാലയത്തിലും ഇസ്രായേലിലെ പൂജാഗിരികളിലും ഉണ്ടായിരുന്ന അന്യദേവന്മാരുടെ എല്ലാ വിഗ്രഹങ്ങളെയും അദ്ദേഹം തച്ചുടച്ചു. അങ്ങനെ അദ്ദേഹം ദേശത്ത് മുഴുവനും ദൃശ്യമായിരുന്ന വിഗ്രഹ ആരാധന ഉന്മൂലനം ചെയ്തു. ഈ നിയമഗ്രന്ഥത്തിന്റെ പേരിലാണ് ഇത് വിഗ്രഹാരാധന ഉന്മൂലനം ചെയ്തത്. നിയമാവർത്തനം 2:12-26 അതാണ് അതിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പൊ അതില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഏക ദൈവവിശ്വാസത്തെ കുറിച്ചാണ്. ഏക ദൈവവിശ്വാസം നമ്മൾക്കറിയാം, ഇസ്രായേലിന്റെ അനുദിന പ്രാർത്ഥനയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഷെമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞിട്ടുള്ള നിയമാവർത്തനം 6:4. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽക്കാർക്ക് ഈ ഒരു കാര്യം നിയമാവർത്തന ഗ്രന്ഥത്തില് വീണ്ടും വീണ്ടും അടിയോരായിട്ട് പറയുന്നു. അപ്പൊ മറ്റു വിഗ്രഹങ്ങളൊക്കെ അർപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി ഈ ദൈവത്തിന് രൂപമില്ല. ഇസ്രായേൽക്കാര് ആരാധിച്ചിരുന്ന ഈ ദൈവത്തിന് രൂപമില്ല. അപ്പൊ അത് നിയമാവർത്തനം 4:12 15 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്തുണ്ടാക്കരുത്, വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത്. അപ്പൊ നമുക്ക് സംശയം വരും, നമ്മളൊക്കെ കർത്താവിന്റെ രൂപം, വിശുദ്ധരൊക്കെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപം ഉണ്ടാക്കാം, പക്ഷെ അതിനെ ആരാധിക്കാൻ പറയുന്നില്ല, വണങ്ങാം നമുക്ക്. അപ്പൊ ദൈവം ഏകനാണെന്ന ദൈവശാസ്ത്ര വീക്ഷണത്തിലെ ഒരു പ്രായോഗിക പ്രതിഫലനമാണ് ഏക ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തല്. അപ്പൊ ഇതിന്റെ ഒരു ബേസിലാണ് അവർ പറഞ്ഞ, ഭൂമിയില് ആകൊരു ദേവാലയം പാടുള്ളൂ, ജെറുസലേം ദേവാലയം മാത്രം, മറ്റെല്ലാ ബലിയർപ്പിക്കുന്ന സ്ഥലങ്ങളും മാറ്റണം എന്ന് പറയാണ്. അങ്ങനെ അതെല്ലാം അവർ മാറ്റി. അതായത് ഉദാഹരണമായിട്ട് ജോസിയ നശിപ്പിച്ച ആരാധനാലയങ്ങളുടെ കൂട്ടത്തില് യാക്കോബ് ദൈവത്തെ കണ്ടുപിട്ടിയ ബത്തേൽ, അവിടെ ഒരു ബലിയർപ്പിച്ചതിന്റെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു. ഏലിയ ബലിയർപ്പിച്ച കർമ്മലയിലെ ബലിപീഠം, ജോഷ ജനത്തെ കൊണ്ട് ഉടമ്പടി ചെയ്യിപ്പിച്ച ഷെക്കം, ഇതെല്ലാം നമ്മുടെ ജോസിയ രാജാവിന്റെ കാലത്ത് അദ്ദേഹം മാറ്റി. കാരണം ഏകദൈവത്തിൽ നിന്ന് വന്ന ഇതിൽ നിന്നും ഒരു ദേവാലയം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഒരു ഇതിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ഇപ്പോ ഇവര് എസക്കിയ ജോസിയ രാജാക്കന്മാരുടെ കാലത്ത് അന്നുവരെ ഇസ്രായേലില് അനേകം ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബലിപീഠങ്ങളിൽ അവിടേക്ക് ആരാധന നടന്നു പോയിരുന്നു.
അപ്പൊ ഇതിനെല്ലാം മാറ്റിയിട്ട് പറയാണ് നമ്മൾ ഇനി ജെറുസലേമിൽ മാത്രം ആരാധിച്ചാൽ മതി. ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകത നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമാവർത്തനത്തിന് മുൻപുള്ള 4 ഗ്രന്ഥങ്ങളും തോറ എന്ന ഹെബ്രായ വാക്ക് പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ഉപദേശ രൂപേണ നൽകിയിരുന്നു. എന്നാൽ നിയമാവർത്തനത്തിലാണ് അത് നിയമം എന്ന പേരിൽ കൈവന്നത്. നിയമഗ്രന്ഥത്തിന്റെ ആഗമനം ഇസ്രായേൽ ചരിത്രത്തിലെ വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. നിയമാവർത്തനം 12:26 ജോസിയയ്ക്ക് ഇത് കണ്ടുകിട്ടിയപ്പോൾ അത് ഇസ്രായേലിൽ പല വിപ്ലവങ്ങളും കൊണ്ടുവരികയാണ്. ഇസ്രായേലിന്റെ ആദ്യകാലം ചരിത്രം പരിശോധിച്ചാല് അന്യ ജനതകളുടെ ദേവന്മാരെ കുറിച്ച് അവർക്ക് കാര്യമായിട്ടുള്ള വല്ല ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ ദൈവത്തിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളുകളായിരുന്നു. പിന്നീടാണ് അവർക്ക് മറ്റു ജനതകളെ നോക്കുമ്പോൾ അവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരും അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ചരിക്കുന്നു. എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ചരിക്കുന്നു. നാമും നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കണം. അവരിങ്ങനെ വിഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ പ്രവാചകന്മാരെ അവരെ ഇത് ഉദ്ബോധിപ്പിച്ചിരുന്നു. എല്ലാവരും എല്ലാ ജനതയും അവരുടെ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പുറകെ പോകേണ്ടത് നമ്മുടെ ദൈവത്തിന്റെ പുറകെയാണ്. വിപ്രവാസത്തിന് മുൻപ് ഹോസിയ പ്രവാചകൻ അവരോട് ഇത് പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നമ്മുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അപ്പൊ ഇവിടെ ഹോസിയ 13:4 പറയണത്, നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഇവരെ പ്രവാസത്തിലേക്ക് പോയപ്പോഴും പ്രവാസത്തിന് മുൻപും വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോ പല പ്രവാചകന്മാരിലൂടെ ഈ ഒരു ആശയം പലപ്പോഴായിട്ട് അവർ ഉദ്ബോധിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് വീണ്ടും വീണ്ടും അവരോട് അടിയവരായിട്ട് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്തും വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത് എന്നുള്ള സംഭവം ഇവിടെ അടിയവരായിട്ട് പറയാണ്. നിയമാവർത്തനത്തിന്റെ ദൈവശാസ്ത്ര വീക്ഷണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെ പറ്റി, ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റത്തെ കാലത്തെ പറ്റി ഇതുപോലൊരു മഹാസംഭവം ഇസ്രായേലില് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളത് നിയമാവർത്തനം 4:32-40 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ദൈവം മറ്റു ജനതയുടെ ദൈവം പോലെയല്ല. ഈ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അതുപോലെ ഈജിപ്തിൽ വെച്ച് ഇവരെ കൊണ്ടുവന്നതും ചെങ്കടൽ കടത്തിയതും ഇതെല്ലാം നമ്മുടെ ദൈവം ചെയ്ത കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് ശേഷം വന്ന സന്താനങ്ങൾ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം ഓരോ നിമിഷവും ദൈവത്തിന്റെ മഹാശക്തിയും സാന്നിധ്യവും എല്ലാം പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആകാശത്തിനും ഭൂമിയിലും മധ്യേ ആകെ ഒരു ദൈവമുള്ളതെന്ന് വീണ്ടും വീണ്ടും നിയമാവർത്തനത്തിൽ ഗ്രന്ഥത്തിൽ അടിവരായിട്ട് പറയുന്നു. അതായത് ഇസ്രായേൽ ജനത്തെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം, നമുക്ക് ആകെ ഒരേ ഒരു ദൈവമുള്ളൂ, നമ്മുടെ ദൈവം മാത്രം. ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഏകദൈവമായ കർത്താവ് തന്റെ ശക്തി തെളിയിക്കുകയാണ്. ഒരു 400 വർഷം അടിമകളായി, എന്നാൽ അവരെ ദൈവം അവരുടെ കരച്ചില്, അവരുടെ ആ വേദന കണ്ട് മോശയെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഈ ദൈവമാണ് അവരെ അവിടെ നിന്നും കൊണ്ടുവന്ന് ഈ വാഗ്ദാന നാട്ടിലേക്ക് എത്തിച്ചത്. ഈജിപ്തിൽ നിന്നുള്ള മോചനവും മരുഭൂമിയിലൂടെ നയിച്ചതും ജനത്തിന് വാഗ്ദാന ദേശം നൽകിയതും മറ്റാരല്ല, ദൈവം തന്നെയാണ് അവർക്ക് ഇത് നൽകിയത് എന്ന് ജനം തിരിച്ചറിയണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതായത് ഇവരെ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇസ്രായേൽ അന്യദൈവങ്ങളെ ആരാധിച്ചാല് സർവാധികാരിയായ കർത്താവ് മഴ തടഞ്ഞു വെക്കുകയും ഇസ്രായേലിൽ ശിക്ഷിക്കുകയും ചെയ്യും. നിയമാവർത്തനം 11:13-17. അതായത് ഇസ്രായേൽക്കാരെ ജോലി ചെയ്തിരുന്നത് വയലുകളിലാണ്, ഇന്നത്തെ പോലെ ഫാക്ടറികളിലും മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ല. അപ്പൊ ആ വയലുകൾക്ക് നനയ്ക്കാനുള്ള മഴ വേണം, അതുപോലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് വേണം. ഈ വയലുകളിൽ നനച്ചാലാണ് ഭക്ഷിക്കാനായിട്ട് മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ, അതുപോലെ വിത്ത് ശേഖരിക്കുകയുള്ളൂ.
വിത്ത് ഇത് ലഭിക്കില്ല. അപ്പൊ അവിടെ ദൈവം പറയും, നിങ്ങളെ ഞാൻ ഇതെല്ലാം തരാം, പക്ഷെ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാല് ഇതിനൊന്നും സാധ്യത ഉണ്ടാകില്ല എന്ന് പറയണം. കർത്താവ് മാത്രമാണ് ഏകദൈവമെന്ന് ഉടമ്പടിയുടെ ജനമായ അവർ എപ്പോഴും അനുസ്മരിക്കണം എന്ന് പറയണം. കർത്താവാണ് ഏകദൈവമെന്ന നിയമാവർത്തന തത്വമാണ് യഹൂദ മതത്തിന്റെ തന്നെ അടിസ്ഥാനം. അവരുടെ ഒരു ബേസിക് കൾട്ട് അവര് നിൽക്കുന്നത് ഈ ഏകദൈവ വിശ്വാസത്തിലാണ്. ഈ തത്വമാണ് നിയമാവർത്തന ഗ്രന്ഥം പലപ്പോഴായിട്ട് അവർ പഠിപ്പിക്കുന്നത്. നിയമാവർത്തന ഗ്രന്ഥത്തിലെ അടിസ്ഥാന ദൈവശാസ്ത്ര വീക്ഷണം വീണ്ടും വീണ്ടും അവർ പറയാണ് ഏകദൈവ വിശ്വാസമാണ്. മറ്റ് ആശയങ്ങൾ ഈ അടിസ്ഥാന വീക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്ന മാത്രമാണ്. എല്ലാത്തര വിഗ്രഹാരാധന നിരോധിച്ചുകൊണ്ടാണ് ദൈവം ഈ ഗ്രന്ഥത്തിലെ നിയമങ്ങൾ നൽകുന്നത്. ദൈവം ഏകനായതിനാലാണ് നിയമങ്ങൾ അനുസരിക്കുക എന്നത് മനുഷ്യന് അനിവാര്യമായിട്ട് തരുന്നത്. മ്ലേച്ഛമായ മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോകരുതെന്ന് ദൈവം വീണ്ടും വീണ്ടും പറയാണ്. ഈ ഏകദൈവ വിശ്വാസം ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമല്ല, ഇസ്രായേലിലെ പ്രവാചക വൃത്തിക്ക് മുകളിലും ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഇപ്പൊ ഏതെങ്കിലും പ്രവാചകന്മാര് മറ്റു ദൈവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ അവരോട് അവര് ശരിയായ പ്രവാചകന്മാരല്ല, വ്യാജ പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങള് മുദ്ര കുത്തിയിരുന്നു. അപ്പൊ ആ ഒരു ഇതും അവരുടെ അളവ് പോലായിട്ട് കണ്ടിരുന്നു. നിയമാവർത്തനം 18:2-13:1-5 ഇതും പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദൈവ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഫലമായി ദേവന്മാർക്കുള്ള ബലിയർപ്പണം, മന്ത്രവാദം, പ്രശ്നം വെക്കൽ, ലക്ഷണം പറച്ചൽ, ആഭിചാരം, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യ എന്നിവയെല്ലാം ഇസ്രായേലിലെ നിഷിദ്ധമായിരുന്നു. ഇന്നും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നിയമാവർത്തനം 18:9-13 ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇസ്രായേൽക്കാര് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. ദൈവകൽപ്പനകൾ സത്യസന്ധമായി പാലിക്കുന്നില്ലെങ്കിൽ അവർ ഏറ്റവും വലിയ തിന്മയായ വിഗ്രഹാരാധനയ്ക്കായി കൈവിടപ്പെടുമെന്ന് ഇസ്രായേലിന് ദൈവം മുന്നറിയിപ്പ് നൽകി. അതായത് 10 പ്രമാണങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം, അല്ലെങ്കിൽ അവർ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി വിഗ്രഹാരാധനയുടെ പുറകെ പോകും. നമുക്കറിയാം ബൈബിളിലെ വിഗ്രഹാരാധന പറയുമ്പോൾ അതിനെ ഈ വ്യഭിചാരം എന്ന അർത്ഥത്തിലും കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിനുള്ള ഇസ്രായേലിന്റെ ആരാധന മുഴുവന് ജെറുസലേമിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞപ്പോൾ ജെറുസലേം ദേവാലയത്തിലെ പ്രധാന ആകർഷണ വസ്തു അവിടെ സ്ഥാപിച്ചിരുന്ന ദൈവിക നിയമമായിട്ട് മാറി. കാരണം ദൈവത്തിന്റെ വചനമായിട്ട് മാറി. ഈ ഏകദൈവ ചിന്തയുടെ അടിസ്ഥാന തത്വങ്ങളാണ് നിയമാവർത്തനം 12:26 കാണുന്നത്. ജോസിയ രാജാവിന് കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് ഇസ്രായേൽക്കാര് ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നിയമാവർത്തന നിയമസംഹിതയിലെ ദൈവശാസ്ത്ര ദർശനങ്ങളെ അടിസ്ഥാനമാക്കി ഇസ്രായേൽക്കാര് കാനാൻ ദേശവാസത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥമാണ് നിയമാവർത്തന ഗ്രന്ഥം. ഇതൊരു പ്രസംഗ ശൈലിയിലാണ് നേതാവിനോട് പറയപ്പെടുന്ന വചനത്തിന്റെ പ്രാധാന്യം ഏകദൈവ വിശ്വാസമാണ് പ്രഘോഷണം. അതായത് ഇവിടെ ഒരു നേതാവ് കൽപ്പന കൊടുക്കുന്നത് പോലെയാണ് നിയമാവർത്തന ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കുക. കഥാപാത്രത്തിന്റെ ആദരങ്ങളിലൂടെ പ്രസംഗം അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ജോഷയുടെ നിയമാവർത്തന ഗ്രന്ഥത്തിന്റെ അവസാനം നമ്മൾ മോശയുടെ മരണം കാണുന്നുണ്ട്. നെബോ മലയിൽ വെച്ച് മോശ മരിക്കുകയാണ്. ദൈവം വാഗ്ദാനോട് കാണിച്ചു കൊടുക്കുന്നു, പക്ഷെ അവിടെ കാലുകുത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് ജോഷയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാണ്. ബൈബിളിലെ 6ാമത്തെ ഗ്രന്ഥമായ ജോഷ പഞ്ചഗ്രന്ഥങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം അബ്രാഹത്തിന്റെയും യാക്കോബിന്റെയും പിൻഗാമികൾക്ക് കാനാൻ ദേശം വാഗ്ദാനമായിട്ട് നൽകി. ഉൽപ്പത്തി 15 നമ്മൾ ഉൽപ്പത്തി 12 ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ ഊർ എന്ന നാട്ടിൽ നിന്നും അബ്രാഹത്തെ വിളിച്ചു. എന്നിട്ട് ദൈവം അബ്രാഹത്തെ ഒരു വാഗ്ദാന നാട് നൽകി. കാനാൻ നാടിലേക്കാണ് അവരെത്തിയത്. പിന്നീട് അബ്രാഹത്തിന് ശേഷം അബ്രാഹത്തിന്റെ കാലത്ത് തന്നെ കുറച്ചു നാൾ അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി പരദേശിയായിട്ട് പിന്നീട് തിരിച്ചു വന്നു. അബ്രാഹത്തിന് ശേഷം ഇസ്ഹാക്കിന്റെ പുത്രനായ ഏസാവും യാക്കോബും. ഈ യാക്കോബ് ഏസാവിനെ പറ്റിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തിരിച്ച് വന്ന പാറാനിലേക്ക് ഓടിപ്പോയി വന്ന അബ്രാഹം വന്ന സ്ഥലത്തേക്ക് പോന്നു. വീണ്ടും യാക്കോബ്
വർഷങ്ങൾക്ക് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം കാനാൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ അദ്ദേഹത്തിന് 12 മക്കളുണ്ടാവുന്നു. അതില് അവരുടെ ഈ 11 പേരെ ജോസഫിനെ വിൽക്കുന്നു, ഈജിപ്തിലേക്ക് വിൽക്കുന്നു. അങ്ങനെ ജോസഫ് ഈജിപ്തിലേക്ക് പോകുന്നു. അതിന്റെ ഫലമായിട്ട് ഈ സഹോദരന്മാരും പിതാവും അടക്കം ഈജിപ്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. നമ്മളാരും നമ്മുടെ സഹോദരന്മാരെ വിൽക്കരുത്. വിറ്റ് കഴിഞ്ഞാൽ നമ്മളും അവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഒരു നാൾ. അപ്പൊ അങ്ങനെ ഇവർ അവിടേക്ക് പോകുന്നു. അങ്ങനെ അവിടെ പക്ഷെ അവര് 400 വർഷം അടിമകളായി ജീവിച്ച്, പക്ഷെ അവര് വീണ്ടും ദൈവം അബ്രാഹത്തിന് വാഗ്ദാനമായി നൽകിയ കാനാൻ നാട്ടിലേക്ക് എത്തുന്നു. അതാണ് പുറപ്പാട് സംഭവം. അങ്ങനെ കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചെങ്കിലും ജോഷുവയാണ് അവരെ ശരിക്ക് ജോർദാൻ കടത്തി ആ വാഗ്ദാന നാട്ടിലേക്ക് എത്തിച്ചത്. അപ്പൊ ജോഷുവയുടെ പുസ്തകത്തില് ഈ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച 40 വർഷത്തെ മരുഭൂ യാത്രയ്ക്ക് ശേഷം ദൈവം അവരെ കാനാൻ ദേശത്തിന്റെ അതിർത്തി വരെ കൊണ്ടുവന്നു. കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നതിനാൽ കാനാൻ ദേശം ദൂരെ നിന്ന് കാണുവാനാണ് മോശയ്ക്ക് സാധിച്ചത്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ കടന്നു കാനാൻ ദേശം അവര് കീഴടക്കി. അപ്പൊ അത് എന്നിട്ട് കാനാൻ ദേശം കീഴടക്കിയതിനു ശേഷം അത് 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുമ്പോഴും 2 ഗോത്രങ്ങൾക്ക് അത് ലഭിക്കുകയില്ല. ഒന്ന് ലേവിയുടെ ഗോത്രത്തോട് പറയും ദൈവമാണ് നിങ്ങളുടെ ഓഹരി എന്ന് പറയും. പിന്നെ ലഭിക്കാതിരിക്കുന്നത് ജോസഫിനാണ്. പകരം ജോസഫിന്റെ പുത്രന്മാര് എഫ്രായിം, മനാസെ ഇവർക്ക് വിഭജിച്ചു കൊടുക്കും. അങ്ങനെ 12 ഗോത്രങ്ങൾക്കായിട്ട് ഈ വാഗ്ദാന നാട് വിഭജിച്ചു കൊടുക്കും. ബൈബിളില് പുറകില് മാപ്പായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നീട് നിങ്ങൾക്ക് നോക്കാം. ഒരു ചരിത്രത്തിന്റെ അന്ത്യത്തെയും മറ്റൊന്നിന്റെ ആരംഭത്തെയും കുറിച്ചാണ് ജോഷയുടെ പുസ്തകം വിവരിക്കുന്നത്. ഒരു ചരിത്രത്തിന്റെ അന്ത്യം എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാരിങ്ങനെ അടിമകളായി 400 വർഷം ജീവിച്ചു. അവിടെ നിന്നും പുറപ്പെട്ട് 40 വർഷം എടുത്ത് അവരെ വാഗ്ദാന നാട്ടിലേക്ക് എത്തി. അതിന്റെ ഒരു അന്ത്യമാണ് ഈ ജോഷ ഒരു വാഗ്ദാന നാട്ടിലെത്തിയപ്പോ ഈ ഇതുവരെയുള്ള ചരിത്രത്തിന്റെ ഒരു അന്ത്യം പുറപ്പാടിന്റെ അന്ത്യമാണ്. അതേസമയം ഇവരെ കാനാൻ നാട്ടിലെ വാഗ്ദാന നാട്ടിലെ പലസ്തീനയില് സെറ്റിൽ ചെയ്തതിന്റെ ഒരു തുടക്കം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഒരു ചരിത്രത്തിന്റെ അന്ത്യമാണ്, അതേസമയം മറ്റൊരു ചരിത്രത്തിന്റെ ആരംഭവുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന്റെയും മരുഭൂ യാത്രയുടെയും ലക്ഷ്യം നിറവേറ്റുന്നതിനാൽ ഇതൊരു അന്ത്യമാണ്. അതേസമയം കാനാൻ ദേശത്ത് താമസമാക്കിയതിനെ കുറിച്ച് വിവരിക്കുന്നതിനാൽ ഇതൊരു ആരംഭം കൂടിയാണ്. ചിലര് ജോഷുവയുടെ ഗ്രന്ഥത്തെ ഷഡ്ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷ ഉൾപ്പെടുത്തി ചില ആളുകള് ഇതിനെ ഷഡ്ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത് അതില് 6ാമത്തെ ഗ്രന്ഥം എന്ന് പറയാറുണ്ട്. മറ്റു ചിലര് ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതായി കരുതാണ്. കാരണം അവരുടെ അഭിപ്രായത്തില് ഇസ്രായേൽക്കാര് കാനാൻ നാട്ടിൽ സെറ്റിലായത് തൊട്ടാണ് അവരുടെ ചരിത്രം ആരംഭിക്കുന്നു എന്ന അർത്ഥത്തില് അത് തൊട്ടാണ് ഇസ്രായേൽക്കാരുടെ ചരിത്രം മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു സംഭവം, വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലുള്ള ദൈവത്തിന്റെ വിശ്വസ്തത ഇവിടെ തുറന്നു കാണിക്കുകയാണ് ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം. അതായത് ഇസ്രായേൽക്കാരിങ്ങനെ പരാജയപ്പെട്ടൊക്കെയെങ്കിലും ദൈവം അവരോട് എപ്പോഴും വിശ്വസ്ത പുലർത്തി. ദൈവം അവർക്ക് വാഗ്ദാനമായി നൽകിയ ആ നാട് ദൈവം അവർക്ക് നൽകി. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മൾ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ പാവം ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ദൈവം വാഗ്ദാനങ്ങളിലെ വിശ്വസ്തനാണ്. അപ്പൊ ഇവരോട് കാരണം ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, തലമുറകൾക്ക് മുൻപ് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഇസ്രായേൽ ജനത്തെ നയിക്കുമെന്ന്. അതായത് സമൃദ്ധിയുടെ ഒരു നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾക്കൊരു നാട് ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ളത് അത് ജോഷുവയുടെ നേതൃത്വത്തിൽ ലഭിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ ഒരു ചരിത്രം ഇവിടെ കാണാൻ സാധിക്കും. ഉൽപ്പത്തി 15:18 ദൈവത്തിന്റെ വാഗ്ദാനം കാണാം. ജോഷ 1:2, 21, 41 അവിടെയെല്ലാം ഈ വാഗ്ദാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോഷയുടെ പുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്ത് കാനാൻ ദേശം അവർ കീഴടക്കുന്നതിനെ കുറിച്ച്, അവരിങ്ങനെ കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു. മൊത്തം കീഴടക്കിയിട്ടല്ല അവർ പോയത്, അവിടെ വന്ന് അവർ താമസിച്ചു കുറച്ച് സ്ഥലത്ത്.
പിന്നെ കുറേശ്ശെ അവരത് കീഴടക്കുകയായിരുന്നു. രണ്ടാം ഭാഗത്ത് കീഴടക്കിയ ദേശങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 ഗോത്രങ്ങൾക്കായിട്ട് ജോഷുവയുടെ നേതൃത്വത്തിൽ അവര് വിഭജിച്ചു കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ജോഷുവയുടെ പുസ്തകം 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുക. പിന്നീട് ഉടമ്പടി ഉറപ്പിക്കുന്നു. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ കാനാൻ നാട് കീഴടക്കാൻ നടത്തിയ ഒരുക്കങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അവർക്ക് മോശയുടെ അവര് മോവാബ് തീരത്തിന്റെ അപ്പുറത്ത് അവർ എത്തിച്ചു. അവര് ചെങ്കടൽ കടക്കണമായിരുന്നു. അപ്പൊ ജോർദാൻ നദി കടക്കണമായിരുന്നു. ഈ ജോർദാൻ നദി കടക്കാനായിട്ട് അവര് പുറപ്പാട് സംഭവത്തിൽ ചെങ്കടൽ കടന്നപ്പോ വെള്ളം രണ്ടായിട്ട് മാറി അതിലൂടെ കടന്നത് നമ്മളെല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. അതുപോലത്തെ അതിന് സമാനമായ ഒരു സംഭവം നമുക്ക് ഇവരെ പലസ്തീനയിൽ കാലുകുത്തിയപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നതിനെ അനുസ്മരിപ്പിക്കും വിധം അവർ കടന്നപ്പോൾ ജോർദാൻ നദിയിലെ വെള്ളം മതിൽ കെട്ടുപോലെ നിന്നു. ജോഷയുടെ പുസ്തകം 3:16 ഇത് കാണാനായിട്ട് സാധിക്കും. കാനാൻ ദേശത്ത് പ്രവേശിച്ച ഉടനെ അവിടെ അവർ പെസഹ ആചരണവും നടത്തി. അപ്പൊ ഈ വെള്ളത്തിന്റെ കാര്യം അവർ ഈജിപ്തിൽ നിന്ന് കടന്നപ്പോ മാത്രമല്ല ഉണ്ടായത്, അവര് ജോർദാൻ കടക്കുമ്പോഴും ദൈവം ഈ വെള്ളം അവർക്കായിട്ട് മാറ്റി നിർത്തി അവരെ അതിലൂടെ കടത്തി വാഗ്ദാന നാട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശം കുറേശ്ശെയായിട്ട് കീഴടക്കാനായിട്ട് ആരംഭിച്ചാണ്. അപ്പോ ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും. നമ്മൾ പാസീവായിട്ട് ഇരിക്കരുത്. ദൈവം അനുഗ്രഹം തരും. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാം, കുറച്ച് ദൈവം അനുഗ്രഹം തരുന്ന ആരും വിചാരിക്കരുത്. നമ്മൾ നമ്മുടെ സർഗശക്തികൾ എടുത്തിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ഇനി നമുക്ക് ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ജെറീക്കോ വളരെ അത്ഭുതകരമായിട്ടാണ് അവർ കീഴടക്കിയത്. അവരങ്ങനെ വലയം വെച്ച് രായി പട്ടണത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം ധ്യാനങ്ങളിൽ ഇതിലൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരിക്കും. ബൈബിൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജോഷയുടെ പുസ്തകം 6:1-27 ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജോഷയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം നടത്തിയ യുദ്ധങ്ങളുടെ വിവരണങ്ങൾ എന്നതിനേക്കാൾ കർത്താവ് നൽകിയ വിജയത്തിന്റെ ഒരു പ്രകീർത്തനമായിട്ടാണ് ഇവര് രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നത് നമ്മള് മനസ്സിലാക്കേണ്ടത്. ഇവര് ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയപ്പോൾ വിജയം നൽകിയ ആ കർത്താവ് ദൈവത്തോട് അവിശ്വസ്ത കാണിക്കുമ്പോൾ അവർക്ക് പരാജയങ്ങളും നൽകുന്നതായിട്ടുണ്ട്. പിന്നെ അവര് സാവധാനം ഇങ്ങനെ വിജയം വരിച്ച് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി വിജയം വരിച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ ആ ദേശത്തിന്റെ തെക്കോട്ട് പോകുന്നു, വടക്കോട്ട് പോകുന്നു. അങ്ങനെ ഒരു യുദ്ധ പര്യടനങ്ങളുടെ ഒരു ചരിത്രം ജോഷയുടെ പുസ്തകത്തിലുണ്ട്. അവസാനം ഈ കാനാൻ നാട് മൊത്തം അവർ കീഴടക്കുകയാണ്. അപ്പൊ ജെറുസലേം രാജാവായ അദോനിക്കസിന്റെ നേതൃത്വത്തില് 5 രാജാക്കന്മാർ ഒത്തുകൂടി ഇസ്രായേൽക്കാരെ ആക്രമിച്ചപ്പോഴും കർത്താവിന്റെ കരം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവര് യുദ്ധത്തില് ജയിച്ചു. അതും അവർ പിടിച്ചെടുക്കി. പിന്നെ വടക്കൻ പ്രദേശത്താണെങ്കിൽ ഇസ്രായേലിന്റെ ആഗമനം കണ്ടു ഭയന്ന വടക്കൻ രാജാക്കന്മാര് ഗലീലയിലെ ഹസൂർ രാജാവായ യാബിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ എതിർത്തെങ്കിലും ദൈവം അവരെ പരാജയപ്പെടുത്തി. ജോഷിയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ദേശവും അവരുടെ അധീനതയിലായി. പിന്നീട് ഇത് ഗോത്രങ്ങൾക്ക് 12 ഗോത്രങ്ങൾക്കായിട്ട് ഇത് വിഭജിച്ചു കൊടുക്കുന്നു. 12 ഗോത്രങ്ങള് നമുക്ക് ബെഞ്ചമിൻ, ശിമോൻ, സെബുലോൻ, ഇസ്സാഖാർ, ആശേർ, നഫ്താലി, ഇങ്ങനെ യാക്കോബിന്റെ 12 മക്കളില് 2 പേർക്കില്ല. ലേവിയോട് പറഞ്ഞു ദൈവമാണ് നിന്റെ ഓഹരി. ജോസഫിന് പകരം ജോസഫിന്റെ 2 മക്കൾക്കായിട്ട് അത് വിഭജിച്ചു കൊടുക്കുകയാണ്. ഈ അബദ്ധവശാല് ആരെങ്കിലും കൊല്ലാനിടയായവർക്ക് പ്രതികാരകരിൽ നിന്ന് ഓടിയേൽക്കാനുള്ള അഭയ നഗരങ്ങളെ കുറിച്ചിട്ടും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ജോഷുവ ദൈവവും ദൈവത്തിന്റെ ജനവും തമ്മിലുള്ള ഒരു ഉടമ്പടി വീണ്ടും ഉറപ്പിച്ചു പറയാണ്. അബ്രാഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ദൈവം വീണ്ടും ഇവിടെ പറയാണ്, നിങ്ങൾ എന്റെ കൽപ്പന പാലിച്ചാല് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും, പ്രിയപ്പെട്ട ജനവുമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ദൈവം ചെയ്ത വാഗ്ദാനം ദൈവം വീണ്ടും വീണ്ടും ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനാൻ ദേശം നേടിയെടുക്കാനായി ഇസ്രായേൽക്കാരെ ശക്തിപ്പെടുത്തിയ ദൈവം അത്ഭുതകരമായ വിധത്തിലാണ് അവർക്ക് ഈ കാനാൻ ദേശം കൊടുത്തത്. ഒന്നുമില്ലാതിരുന്ന ഒരു ഇസ്രായേൽ ജനമായിരുന്നു. നമുക്കറിയാം, ഇവരെ ഈ മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ഒന്നുമില്ലാണ്ടാണ് വന്നത്. അവര് പുറപ്പെട്ട ജനതയിൽ നിന്ന് 2 പേര് മാത്രമാണ് കാനാൻ ദേശത്ത് എത്തിയത്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അത് കാണാം.
ജോഷ്നൂനിന്റെ മകനായ ജോഷയും കാലാബും മാത്രമാണ് പുറപ്പെട്ടവരില് ഇവിടെ എത്തിയത്. ബാക്കി എല്ലാവരും ആ 40 വർഷത്തെ മരുഭൂ യാത്രയില് മരിച്ചു വീണു. പുതിയൊരു തലമുറയാണ് ഈ വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നത്. മോശ പോലും എത്തിയില്ല. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാതിരുന്ന ഒരു ജനതയായിരുന്നു ഇവരെ ഇവിടെ പ്രവേശിക്കുമ്പോൾ, കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ഏക കാര്യം ദൈവത്തോടുള്ള വിശ്വസ്തത മാത്രമാണ്. ആ വിശ്വസ്തത അവർക്ക് വൻ വിജയങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചു. അവർക്കായിട്ട് അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. താൻ 3:16, 10:11 ഇത് കാണാനായിട്ട് സാധിക്കും. താൻ സർവശക്തനാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. ഇസ്രായേൽ ജനം തങ്ങളെ തന്നെ ദൈവത്തിനെ പരമേൽപ്പിച്ചതിനാല് അവിടുന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. നമ്മളും ദൈവത്തിന് വേണ്ടി നമ്മളും പൂർണ്ണമായിട്ട് ദൈവത്തിന് പരമേൽപ്പിച്ചാല് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര ബലഹീനരായിരുന്നാലും ദൈവം കൂടെയുള്ളപ്പോൾ ആരെയും ഭയപ്പെടുന്നതില്ല എന്ന് ഈ ഗ്രന്ഥം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവർക്കുണ്ടായ ആ വിജയങ്ങളെ യഥാർത്ഥത്തിൽ കൂടുതൽ മഹത്വീകരിച്ച് കാണാനായിട്ട് ഈ ഗ്രന്ഥകർത്താവ് ജോഷുവ ഗ്രന്ഥകർത്താവ് പരിശ്രമിക്കുന്നുണ്ട്. ഇനി ജോഷുവ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാം. ഈ ജോഷുവ എന്ന വ്യക്തി ഇസ്രായേലിന്റെ മരുഭൂ യാത്രയുടെ അവസരത്തില് മോശയുടെ ഒരു സഹായിയായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 2:13, ജോഷുവ 1:1 ഇത് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് അദ്ദേഹം നേതാവായി ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ചു. അവർക്ക് ദൈവം വാഗ്ദാനം കൊടുത്ത നാട് സ്വന്തമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം എഫ്രായിം ഗോത്രക്കാരനായിരിക്കാം എന്ന് പറയുന്നു. ജോഷുവ 24:30 1 ദിനവൃത്താന്തം 7:27 ഇത് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ പേര് ഹോശേയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സംഖ്യയുടെ പുസ്തകം 13:16. ഇങ്ങനെ അതുവരെ ഈ ജോഷുവ ഹോശേയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ വാഗ്ദാന നാട് ഒത്തുനോക്കാനായിട്ട് മോശ 12 ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആളുടെ പേര് മാറ്റി ജോഷുവ എന്ന പേര് മോശ ഹോശേയയ്ക്ക് നൽകുന്നത്. യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ് ഈ പേരിന്റെ അർത്ഥം. അത് തന്നെയാണ് ഈശോയുടെ പേരിന്റെയും അർത്ഥം അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ജോഷുവയെ കാണുന്നത് മോശയുടെ നിർദ്ദേശം അനുസരിച്ച് അമലേക്കരെക്കെതിരെ യുദ്ധത്തിൽ ചെയ്യുന്ന നായകനായിട്ട് ജോഷുവയെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ യുദ്ധവീരനാണ് ജോഷുവ. പുറപ്പാട് 17:9-13. പിന്നെ സിനായ് മലയിലേക്ക് പോയ മോശയെ അനുഗമിക്കുന്ന ഒരാളാണ്. സാക്ഷ്യ കൂടാരത്തിന് ശുശ്രൂഷ ചെയ്യുന്നതാണ്. കാനാൻ ദേശം ഞാൻ നേരത്തെ പറഞ്ഞാലോ നോക്കാൻ പോയവരല്ലേ ജോഷുവ ഉണ്ടായിരുന്നു. അവരെ അവിടെ സംഖ്യയുടെ പുസ്തകം 13-14 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ 40 ദിവസം കൊണ്ട് പോയിട്ട് വന്നു, നിരീക്ഷിച്ചിട്ട് വന്നു. അതായത് 20 ദിവസം പോകാനും 20 ദിവസം തിരിച്ചു വരാനും ആണ് അവരെടുത്തുണ്ടാവും. അപ്പൊ 40 ദിവസം അവരെടുത്തു. വന്നിട്ട് മോശയോടെ ഈ 12 പേരും കാര്യങ്ങൾ പറയാണ്. ഞാൻ അവിടുത്തെ ആളുകൾ അധികായകന്മാരാണ്, നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ 10 പേര് പറഞ്ഞു നമുക്കതിന് കീഴടക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ജോഷുവയും ഈ കാലബും പറഞ്ഞു അവര് ശക്തന്മാരും മല്ലന്മാരും ഒക്കെയാണ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ നേരിടാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മോശ എന്ത് ചെയ്തു? മോശ ഈ മൈനോറിറ്റി, അതായത് 2 പേരുടെ വാക്കിന് അത്ര ചെവി കൊടുത്തില്ല. അതിന് പകരം കൂടുതൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞ ആ കാര്യമാണ് മോശ വിശ്വസിച്ചത്. അപ്പൊ അവരുടെ വാക്കിന് മോശ വില കൊടുത്തു. ഇത് കേട്ടപ്പോൾ ജോഷയും കാലബൊക്കെ വസ്ത്രം കീറി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. മോശ അവർ പറഞ്ഞ ആ കാര്യം എടുത്തുകൊണ്ടും വേറൊരു വഴിക്ക് പോവുകയാണ്. ഇതിന് ശിക്ഷയായിട്ട് ദൈവം പറയുന്നുണ്ട് 40 ദിവസമുള്ള ഒരു യാത്രയ്ക്കായിട്ട് എടുത്തത്. അപ്പൊ അതിന് പകരമായിട്ട് ദൈവം പറയാ നിങ്ങൾ ശിക്ഷിക്കാനും 1 ദിവസത്തിന് 1 വർഷം വെച്ച് നിങ്ങൾ എടുക്കും. അങ്ങനെ 40 ദിവസത്തിന് 40 വർഷം എടുത്തിട്ടാണ് നിങ്ങൾ എവിടെ എത്തുകയുള്ളൂ? ഈ വാഗ്ദാന നാട്ടിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഒരു വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നത്. ജോഷുവ മോശയ്ക്ക് ചേർന്ന ഒരു പിൻഗാമിയായിരുന്നു. മോശയോടൊപ്പം എന്ന പോലെ ദൈവസാന്നിധ്യം ജോഷുവയോടൊപ്പം ഉണ്ടായിരുന്നു. ജോഷുവ 1:5, 3:7 കാണാനായിട്ട് സാധിക്കും. മോശയെ പോലെ തന്നെ ജോഷുവയും ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു മധ്യസ്ഥനായിരുന്നു. മോശയും ജോഷുവയും കർത്താവിന്റെ ദൂതൻ എന്നാണ് വചനം വിശേഷിപ്പിക്കുന്നത്.
ജോഷ 1:1, 8:31 ഈ കർത്താവ് ജോഷയുടെ പുസ്തകത്തിൽ ജോഷയെ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നു. അതുപോലെ 8:31 മോശയെ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നു. അതായത് അവർക്ക് കർത്താവിനോട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്ന ആളുകളാണ്. ഇനി പുതിയ നിയമത്തിലെ മോശയെ കുറിച്ച് 80ഓളം പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. എന്നാല് ജോഷിയെ കുറിച്ച് ആകെ 3 മാത്രമാണ് പരാമർശിക്കുന്നത്. മോശയാണ് ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പുതിയ നിയമത്തില് പല പ്രാവശ്യം അത് പറയുകയും ചെയ്യുന്നുണ്ട്. മോശയേക്കാൾ പോലെ മോശയെ വെച്ച് നോക്കുമ്പോഴും മോശയാണ് വലിയ കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ജോഷ ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന കാര്യത്തിലും കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇവിടെ പറയുന്നത് ഏകദൈവത്തില് വിശ്വസിക്കണം. മറ്റു ദൈവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ദൈവത്തിൽ നിന്ന് ഇവര് അകന്നു പോകും. അപ്പൊ നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ജോഷയുടെ കാര്യത്തിലും ജോഷയുടെ പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മോശയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മോശയെ വിളിച്ചപ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2:22 22 മുതലുള്ള വചനങ്ങളിലാണ് ദൈവം അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോ ദൈവം അവരെ ഓർത്തു എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അവരെ രക്ഷിക്കാനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. ഈ മോശയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോഴും മോശ ഒരുപാട് എക്സ്ക്യൂസ് പറയാണ്. ഈ ദൈവത്തിന്റെ വിളിയോട് എനിക്കത് പറ്റില്ല എന്നുള്ള അർത്ഥത്തില് ഒരുപാട് എക്സ്ക്യൂസ് ഈ മോശ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ദൈവമേ, ഞാൻ അതിനെ പറ്റില്ല, എന്നെ വിളിച്ചാൽ അവരോട് ഞാൻ എന്ത് പറയണം, എന്താണ് നിന്റെ പേര്, എന്ത് അടയാളമാണുള്ളത്, എനിക്ക് സംസാരിക്കാൻ പറ്റും, അങ്ങനെ എക്സ്ക്യൂസുകളുടെ ഒരു നീണ്ട നിര പറഞ്ഞു. പക്ഷെ ദൈവം പറയും ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുക. അവസാനം അഹ്റോന് കൊടുക്കുകയാണ്. ഇങ്ങനെ പിറുപിറുക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവസാനം ഈ മോശയോട് ദൈവം പറയാണ്, നീ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കണ്ടു എന്ന് പറയുമ്പോഴും പാവം മോശ 120 വയസ്സുണ്ട്. പക്ഷെ മോശ ഒന്നും മിണ്ടിയില്ല. അവിടെ ദൈവം പറഞ്ഞത് കേട്ട് പിന്നെ അവിടെ മരിച്ചു വീഴാണ്. കാരണം മോശ അപ്പോഴേക്കും ഈ വർഷങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ ദൈവം ആരാണെന്നും താൻ ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കി. ദൈവം ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴും താൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴും പിറുപിറുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വലിയൊരു ആധ്യാത്മികതയില് മോശ വളർന്നു. അപ്പൊ അതുകൊണ്ടാണ് മോശ നിശബ്ദനായി തീർന്നത്. അപ്പൊ മോശയുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു വലിയ ചരിത്രം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു, ഇത് അവരെ പിടിച്ചെടുത്തതാണോ വാസം ആരംഭിച്ചതാണെന്ന്. ജോഷയുടെ ഗ്രന്ഥം വിവരിക്കുന്നതനുസരിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ഒന്നു ചേർന്ന് ജോർദാൻ കടന്നു പലസ്തീനെ കീഴ്പ്പെടുത്തി അവിടെ വാസം ആരംഭിച്ചു. എന്നാല് പിന്നീട് അവരൊരു കുറേശ്ശെ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. ജോഷയുടെ ഉടമ്പടി വീണ്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ജോഷ പല പ്രാവശ്യം ജനങ്ങളോട് പറയുകയാണ്. ജോഷയ്ക്ക് ശേഷം നമുക്ക് കാണാവുന്നതാണ് ബൈബിളിലെ ന്യായാധിപന്മാര്. ഈ ന്യായാധിപന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിയും ന്യായവും നടത്തുന്ന വ്യക്തികളല്ല ഈ ന്യായാധിപന്മാരായിട്ട് നമ്മൾ കാണേണ്ടത്. ന്യായാധിപന്മാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവരെ നീതിയും ന്യായവും നടത്തേണ്ട ആളുകളാണോ? അതല്ല, നീതിയും ന്യായവും നടത്തുന്ന വ്യക്തികളായിട്ടല്ല ഈ ഗ്രന്ഥത്തില് ന്യായാധിപന്മാർ അറിയപ്പെടുക. മറിച്ച് രാജവാഴ്ചയ്ക്ക് മുൻപ്, അവർക്കിപ്പോ നേതാക്കന്മാർ കഴിഞ്ഞു, പിന്നീട് കുറച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അവർക്ക് രാജാക്കന്മാരെ ലഭിക്കും. ആ രാജവാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിലെ വ്യത്യസ്ത സ്വതന്ത്ര ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് ശത്രുക്കളായിരുന്ന കാനാന്യരിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട ചില യുദ്ധവീരന്മാര് അല്ലെങ്കിൽ പറയും ലോക്കൽ ലീഡേഴ്സ് ആണ് ഈ ന്യായാധിപന്മാര്. പ്രധാനമായിട്ടും 13 പ്രമുഖ ന്യായാധിപന്മാരാണുള്ളത്. അതില് ദബോറ എന്നൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. അപ്പോ അവള് പ്രവചിച്ച് ഇസ്രായേൽക്കാരെ രക്ഷിക്കുന്ന ഒരു കഥ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിയതിനു ശേഷം ഗോത്രങ്ങളായിട്ട് നമ്മുടെ ജോഷയുടെ നേതൃത്വത്തില് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ താമസിച്ചു തുടങ്ങി. പിന്നീട് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗോത്രങ്ങള് ഏകീകരിക്കപ്പെട്ട് അവിടെ രാജഭരണം ആരംഭിച്ചത്. ഒരു പുതിയ സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാല് എളുപ്പമല്ലല്ലോ. അപ്പൊ അത് തന്നെ ഇവർക്ക് വിഭജിച്ചു കൊടുത്തെങ്കിലും അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി.
പിന്നീടാണ് അവര് മറ്റ് സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ അവർക്ക് രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് മാത്രം രാജാക്കന്മാരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവര് സാമുവേലിനോട് പല പ്രാവശ്യം അവസാനത്തെ പ്രവാചകനും അതുപോലെ ന്യായാധിപനായിരുന്ന സാമുവേലിനോട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പൊ സാമുവേൽ പറയും, മക്കളെ, നമ്മുടെ രാജാവ് ദൈവമാണ്. പക്ഷെ ഇവരുടെ മുറവിളി കൂട്ടിയിട്ട് സാമുവേല് ദൈവത്തോട് യാചിച്ചവർക്ക് രാജാക്കന്മാരെ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ ജോഷുവ കഴിഞ്ഞു, രാജാക്കന്മാരില്ലാത്ത അവസ്ഥ. ആ സമയത്താണ് ഒരു ലോക്കൽ ലീഡേഴ്സ് പോലെ ന്യായാധിപന്മാർ വരുന്നത്. അല്ലെങ്കിൽ ഈ നേതാക്കന്മാരില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ ഇടയിൽ ശത്രുക്കളിൽ നിന്ന് അവർക്ക് ഒരുപാട് അറ്റാക്സ് ലഭിച്ച് അവര് ശക്തി നശിച്ചു പോകുന്ന ഒരു ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ്. നേതാക്കന്മാര് ഇല്ലെങ്കിൽ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ എളുപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിലെ ശക്തന്മാര് നേതാക്കളായിട്ട് മാറുകയും ചെയ്യും. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിലും ഇത് വ്യത്യസ്തമല്ല. അപ്പോ അങ്ങനെ ഒരു 200 വർഷങ്ങൾക്ക് ശേഷം രാജഭരണം ആരംഭിക്കുകയാണ്. ഈ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഈ കാലഘട്ടം, അതുപോലെ ജോഷിക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. വാഗ്ദത്ത ഭൂമിയിൽ വാസമർപ്പിച്ച ജനം ആ ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നതിനും കൂടുതൽ ദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തിയ അടയാളങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് ന്യായാധിപ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. ജോഷുവയുടെ മരണം മുതല് സാമുവൽ പ്രവാചകൻ വരെയുള്ള ഒരു ന്യായാധിപന്മാരുടെ ഒരു ചരിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. ഇപ്പൊ ജോഷുവയുടെ ഗ്രന്ഥത്തിൽ നാം സംശയിച്ചതുപോലെ ദേശം മുഴുവന് ഇസ്രായേൽക്കാര് കീഴടക്കി കഴിഞ്ഞിട്ടില്ല എന്ന് 1-ാം അധ്യായത്തിൽ കാണും. പിന്നീട് അവർ കുറേശ്ശെ അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽക്കാർ കർത്താവിന്റെ ദൃഷ്ടിയില് തിന്മ പ്രവർത്തിച്ചപ്പോൾ അവര് തിന്മ പ്രവർത്തിച്ചു. അപ്പൊ അവർ പശ്ചാത്തപിക്കുന്നതായി കാണും. പിന്നീട് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവം അവരോട് അനുകമ്പ കാണിക്കുന്നു, ദൈവം അവരെ രക്ഷിക്കുന്ന ഒരു ചരിത്രവും ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ന്യായാധിപന്മാരുടെ പേര് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. 1 ഒത്നിയേൽ, 2 ഏഹൂദ്, 3 ഷാംഗാർ, 4 ദെബോരയും ബറാക്കും, 5 ഗിദെയോൻ, 6 അബിമലേക്, 7 തോല, 8 ജായർ, 9 ജഫ്ത, 10 ഇസ്ബാൻ, 11 ഏലോൻ, 12 അബ്ദോൻ, 13 സാംസൺ. അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രവാചകന്മാരാണ്, ന്യായാധിപന്മാരാണ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഈ ഒത്നിയേലിനെ കുറിച്ച് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 3:7-11 ഒത്നിയേൽ ന്യായാധിപനെ കുറിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഒത്നിയേലിന്റെ എതിരാളി പീഡകനായ കുഷാൻ റിഷാത്താണ്. ഒത്നിയേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സിംഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്നാണ്. അപ്പോ ഒത്നിയേലിന്റെ പ്രവർത്തന ഫലമായി നാട്ടിലെ 40 വർഷത്തെ സമാധാനം നിലനിന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏഹൂദ് ന്യായാധിപനെ കുറിച്ച് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 3:12-30 ബെഞ്ചമിൻകാരനാണ്. ഇടം കയ്യനാണ് ഏഹൂദ്, അതായത് 2ാമത്തെ ന്യായാധിപനായ ഏഹൂദ് ഇടം കയ്യനാണ്. പേരിന്റെ അർത്ഥം ഒന്ന് അല്ലെങ്കിൽ ഐക്യം എന്നായിരുന്നു. ഇപ്പൊ ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 20:16 1 ദിനവൃത്താന്തം 12:2 പറയണം, ഈ ഗോത്രത്തിലെ ഇടം കയ്യന്മാരായ പല പ്രമുഖരും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം 3:31 ഷാംഗാർ എന്ന് പറയുന്ന ന്യായാധിപനെ കുറിച്ച് പറയുന്നത്. ഫിലിസ്തീനിൽ നിന്ന് ഏകനായി ഇസ്രായേലിനെ വിമോചിച്ച വ്യക്തിയാണ് അനാത്തിന്റെ പുത്രനായ ഷാംഗാർ. ഈ പേരിന്റെ അർത്ഥം വാൾ എന്ന് പറയുന്നു. ഇനി ദെബോറയും ബാറക്കും അവർ ഒരുമിച്ചാണ് പോകുന്നത്. 4:1-24 ന്യായാധിപന്മാരുടെ പുസ്തകം 4:1-24. ദെബോറ എന്നാല് തേനീച്ച എന്നർത്ഥം, ബാറക്ക് എന്നാല് മിന്നൽ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ന്യായാധിപനോടൊപ്പം ഒരു പ്രവാചകയും ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറയും ഒന്നു ചേർന്ന് നടത്തുന്ന ഒരു വിമോചന കർമ്മമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ദെബോറയുടെ നിർബന്ധ പ്രകാരം ബാറാക്ക് സെബ്രൂൺ നഫ്താലി ഗോത്രങ്ങളിൽ നിന്നും 10,000 പേരെ സിസറായിക്കെതിരെ യുദ്ധത്തിനായി താബോർ മലയിലെ വിളിച്ചുകൂട്ടി. താബോർ മല നമുക്കറിയാം, പുതിയ നിയമത്തിലെ ഈശോയുടെ രൂപാന്തരീകരണം നടന്ന മലയാണ് താബോർ മല. അപ്പൊ അവിടെ വിളിച്ചുകൂട്ടി അവർക്കെതിരായിട്ട് പോരാടി എന്നുള്ള ഒരു സംഭവം നമ്മളോട് വായിക്കുന്നു.
ഇനി ഗിദെയോനെ കുറിച്ചിട്ട് പറയുന്നത് വളരെ രസകരമാണ്. 6:1-8:35 ഗിദെയോൻ എന്ന ന്യായാധിപനെ കുറിച്ച് കാണുന്നത്. ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനെ ശക്തമായി വിമോചിച്ചതിന്റെ ഫലമായി രാജാവായി തീരാൻ വരെ സാധ്യത തെളിഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ ഗിദെയോൻ. അപ്പൊ ഇസ്രായേൽ, പക്ഷെ അദ്ദേഹത്തിന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് വേറൊരു സത്യം. ഇസ്രായേൽ ജനം കർത്താവിന് മുൻപില് തിന്മ ചെയ്തു, അതായത് അവര് വിഗ്രഹാരാധന നടത്തി. അതിന്റെ ഫലമായിട്ട് ദൈവം അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അതായത് ശത്രു സൈന്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഗിദെയോന്റെ വിളി വളരെ ശ്രദ്ധേയമാണ്. മിദ്യാൻകാർ കണ്ട് കൊള്ളയടിച്ച് കൊണ്ടുപോകുക, അതായത് ഇവര് മിദ്യാൻകാരുടെ കീഴിലാണ്. അപ്പൊ അവര് ഈ ഗിദെയോനെ കണ്ട് കൊള്ളയടിച്ച് കൊണ്ടുപോകാതിരിക്കാനായിട്ട് മുന്തിരി ചക്കിൽ ഗോതമ്പ് വധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന ഗിദെയോനെയാണ് കർത്താവിന്റെ ദൂതനെ സന്ദർശിച്ചു. താൻ സത്യമായും കർത്താവിന്റെ ദൂതനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുന്നറിയിപ്പ് വരാനായിട്ട് ഗിദെയോൻ അടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെ അത് മനസ്സിലായി. അങ്ങനെയാണ് ഗിദെയോനെ വിളിച്ചു കൊണ്ടുപോയിരുന്നത്. അപ്പൊ ആ ചരിത്രം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6:1-8:35 നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഗിദെയോന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരത്തോടു കൂടിയാണ് അവിടെ കഥ അവസാനിക്കുന്നത്. അയാൾക്ക് പല ഭാര്യമാരിൽ നിന്നായി 70 പുത്രന്മാരും ഷെക്കേമിലെ ഉപനാരിയിൽ നിന്ന് അബിമലേക്ക് എന്ന മറ്റൊരു പുത്രനും ഉണ്ടായി. ഗിദെയോൻ മരിച്ച് ഓഫ്രായിൽ സംസ്കരിക്കപ്പെട്ടു. താമസിയാതെ ജനം ഗിദെയോനെയും കർത്താവിനെയും മറക്കുകയും വീണ്ടും അവര് വിഗ്രഹാരാധനയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് വന്ന ന്യായാധിപനാണ് അബിമലേക്ക്. അബിമലേക്ക് ന്യായാധിപൻ ദേശത്തെ ഭരണകാര്യങ്ങളും സാമൂഹിക ജീവിതവും നിശ്ചിതമായ ക്രമത്തിലല്ല അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് കാണിക്കുന്നതാണ് നിയമാവർത്തന ഗ്രന്ഥകാരനായ അബിമലേക്ക് ഈ കഥ പറയുന്നത്. അപ്പൊ ഗിദെയോന്റെ 70 മക്കളിൽ പെടാത്തവനായ അയാൾക്ക്, മക്കളിൽ പെടുന്നവനല്ലത് അടിമയിൽ നിന്ന് ജനിച്ചനായ പുത്രനാണ് അബിമലേക്ക്. അയാളും കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടമാർഗത്തിലൂടെ ഇതിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി തോല എന്ന ന്യായാധിപൻ 10:1-2 കാണാം. എഫ്രായിം മലമ്പ്രദേശത്ത് ഷമീറിൽ ജീവിച്ചിരുന്ന ഇസ്ഹാക്കർ ഗോത്രജനായ ദോദയുടെ പുത്രൻ തോലയെ ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 10:12. ഇയാളുടെ പേരിന്റെ അർത്ഥം കൃമി എന്നാണ്. ഇടം കൈയോ ദൈവം കൂടെ ഉണ്ടെന്നല്ലോ കൃമത് അത്രയും ഒരു മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് ജായിർ 10:3-5. തോല ജോർദാൻ ഇക്കരെയാണ് പ്രവചനം ന്യായാധിപനായി വാണെങ്കിൽ ജായിർ ജോർദാൻ അക്കരെ ഗിലയാദിലായിരുന്നു ന്യായപാലനം നടത്തിയത്. 22 വർഷം അദ്ദേഹം ന്യായപാലനം നടത്തി. അയാൾക്ക് 30 പുത്രന്മാരും അവരുടെ അധീനതയിൽപ്പെട്ട 30 പട്ടണങ്ങളും ഉണ്ടായിരുന്നു. വളരെ കാലം ജായന്റെ ഗ്രാമങ്ങൾ അറിയപ്പെട്ടിരിക്കുകയും ചെയ്തു. ജെഫ്തയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഇനി ആരെങ്കിലും വായിക്കാത്തവരുണ്ടെങ്കിൽ അത് വായിക്കണം. നിയമാവർത്തനം 10:6-12-5 വരെ. ശക്തനായിട്ടുള്ള ഒരു സേനാധിപനായിരുന്നു ജെഫ്ത. ശ്രേഷ്ഠന്മാരിൽ ഒരുവനായ ഗിലെയാദിന് ഒരു വേശ്യയിൽ നിന്ന് ജനിച്ച പുത്രനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗിലെയാദിന്റെ മറ്റു മക്കൾ അയാളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. എന്നാൽ ജെഫ്തയാകട്ടെ ഈ തോൽവി ആട്ടി ഓടിച്ചെങ്കിലും അദ്ദേഹം തോറ്റുപോയില്ല. അദ്ദേഹം ഒരു നീച സംഘത്തിന്റെ തലവനായിട്ട് അദ്ദേഹത്തിന്റെ വീര്യം തെളിയിച്ചു കൊണ്ടിരുന്നു. ജെഫ്ത എന്ന പേരിന്റെ അർത്ഥം ദേവദാനം എന്നാണ്. ഇസ്രായേൽക്കാര് വീണ്ടും അന്യദേവന്മാരെ ആരാധിച്ചു. അവർ വീണ്ടും പാപം ചെയ്തു. കർത്താവ് അവർ ഉപേക്ഷിച്ചു. തൽഫലമായി ജോർദാൻ അക്കരെ ഗിലെയാദിൽ അമ്മയോരടുത്ത് വസിച്ചിരുന്ന ഇസ്രായേലർ അവർ 18 വർഷം ക്രൂരമായി ഞെരുക്കി. അപ്പോഴാണ് പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവരുടെ പാപമൊക്കെ ഏറ്റുപറഞ്ഞു. അങ്ങനെ ഇസ്രായേലിനെ ന്യായപാലനം നടത്താനായിട്ട് ജെഫ്തയെ ദൈവം വിളിച്ചു. അങ്ങനെ ന്യായപാലനം നടക്കണേനെ ജെഫ്ത പോയി സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കുക. അപ്പൊ ഒരു നേർച്ച നേരും വരുമ്പോൾ ആരെയാണ് ആദ്യം കാണുന്നത്? ദൈവത്തിന് ബലിയർപ്പിക്കാമെന്ന്. പക്ഷെ അദ്ദേഹത്തെ തിരിച്ചെത്തിയ ജെഫ്തയെ ആനന്ദത്തോടെ എതിരേൽക്കാൻ വന്ന ഈ നേർച്ച ഒന്നും അറിയാതെ വന്നത് ആളുടെ ഏക മക്കളായിരുന്നു. അപ്പൊ ഈ ഏക മകള് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ജെഫ്ത ദുഃഖമായി വസ്ത്രം കയറി. പക്ഷെ മകള് പറഞ്ഞു, പിതാവ് എടുത്ത നേർച്ച തീർച്ചയായിട്ടും നിറവേറ്റണം. അങ്ങനെ ജെഫ്തയുടെ ജീവിതം ദുഃഖപര്യാവസാനമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
പക്ഷെ അവള് ഒരു കാര്യം മാത്രം ചോദിക്കും, തന്റെ കന്യാത്വത്തെ കുറിച്ച് വിലപിക്കാനായിട്ട് 2 മാസം വേണമെന്നുള്ളത്. അപ്പോ ഈ ഒരു വേദനയോടുകൂടിയാണ് ജെഫ്ത യുദ്ധം ഭരിച്ചെങ്കിലും തിരിച്ചു വരുന്നത്. ജെഫ്തയുടെ ജീവിതത്തിലെ ദാരുണ സംഭവങ്ങൾ ഇതുകൊണ്ടും അവസാനിച്ചില്ല. അമ്മോന്യരെ ജെഫ്ത പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തങ്ങൾ യുദ്ധത്തിന് വിളിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എഫ്രായിംകാരും വീണ്ടും വന്നു. അങ്ങനെ വീണ്ടും അവിടെ യുദ്ധം ചെയ്യുകയാണ്. ഇനി അടുത്തതാണ് ഇസ്ബാൽ. 10ാമത്തെ ന്യായാധിപൻ 12:10 കാണാം. ബത്ലഹേംകാരനായ അയാൾക്ക് 30 പുത്രന്മാര്, കുലത്തിന് വെളിയിലേക്ക് വിവാഹം കഴിച്ച 30 പുത്രിമാര്, പിന്നെ കുലത്തിന് വെളിയിൽ നിന്ന് പുത്രന്മാർ സ്വീകരിച്ച 30 പുത്രിമാര്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരുപാട് മക്കളുണ്ടായിരുന്ന ഒരു ന്യായാധിപനായിരുന്നു. 7 വർഷം അദ്ദേഹം ന്യായപാലനം നടത്തി. പിന്നീട് വരുന്ന ന്യായാധിപനായിരുന്നു ഏലോൻ. 12, 11, 12 കാണാം. അയാള് 10 വർഷമാണ് ന്യായപാലനം നടത്തിയത്. പിന്നീട് വന്ന ന്യായാധിപനാണ് അബ്ദോൻ. 12, 13, 15 അദ്ദേഹം പിറത്യനായ ഹില്ലേന്റെ മകനാണ്. 8 വർഷമാണ് ന്യായപാലനം നടത്തിയത്. പിന്നെയാണ് സാംസൺ. സാംസന്റെ കഥ എല്ലാവർക്കും സുപരിചിതമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:1, 16:31 കഥ നമുക്ക് കാണാം. ദാൻ ഗോത്രക്കാരനാണ്. യൂദായുടെയും ഫിലിസ്തീന്റെയും അതിർത്തിയിലുള്ള ബേത്ത്ഷെമിൽ ജീവിച്ചവനുമാണ് ഈ സാംസൺ. ഈ പേരിന്റെ അർത്ഥം കൊച്ചു സൂര്യൻ എന്നാണ്. സാംസം 20 വർഷം ന്യായപാലനം നടത്തി. ഇസ്രായേൽ ജനം വീണ്ടും വിഗ്രഹാരാധന നടത്തിയതിന്റെ ഫലമായി ദൈവം അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവിക പദ്ധതിയുടെ ഫലമായിട്ട് കൃപ നിറഞ്ഞ മാതാപിതാക്കളിൽ നിന്നാണ് ശരിക്കും സാംസൺ ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും ആ സത്യം അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ആസക്തി അദ്ദേഹത്തെ പരാജിതനാക്കി തീർക്കുകയാണ്. ആദ്യമായിട്ട് അവന്റെ കണ്ണുകൾ ആകർഷിക്കപ്പെട്ടത് ഒരു ഫിലിസ്തീയ പെൺകുട്ടിയാണ്, അല്ലെ? ഫിലിസ്തീയ പെൺകുട്ടിയാണ്. അപ്പൊ എന്നിട്ട് ആൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ഇവള് എനിക്ക് വേണ്ടിയിട്ടുള്ളവളാണെന്ന്. അങ്ങനെ അവള് അവൻ തീരുമാനിച്ചു. അപ്പൊ മാതാപിതാക്കളോട് പറഞ്ഞെങ്കിലും മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്നാലും അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പിന്നീട് നമുക്കറിയാം ഈ ഭാര്യയെ അവിടെ വിട്ടിട്ട് ആള് പോരാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഭാര്യ വേറെ ആളുടെ കൂടെയാണ്. അപ്പൊ അവന് ദേഷ്യം വന്ന് അവൻ ഫിലിസ്തീനെ നശിപ്പിക്കുകയാണ്. അപ്പോ വലിയ ശക്തനും ദൈവവിളി ഉള്ളവനായിരുന്ന ആളായിരുന്നെങ്കിലും വികാരത്തിന് അടിമപ്പെട്ടിട്ട് സാംസൺ ജീവിച്ചതുകൊണ്ട് അവനെ ആ ഭാര്യയെ ചേർന്നു. അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ആദ്യത്തെ ഭാര്യ അവനിൽ നിന്ന് മാറിപ്പോയി. പിന്നീട് വീണ്ടും അവൻ ഒരു വേശ്യയെ സന്ദർശിക്കുകയാണ്. 16, 13. അപ്പൊ സാംസന്റെ ഒരു ബലഹീനതയായിരുന്നു സത്യത്തിൽ അവന്റെ വികാരങ്ങൾ. അവിടെ ദലീല എന്ന സ്ത്രീയുമായുള്ള അവന്റെ പ്രേമബന്ധമാണ് പിന്നീട് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. 16, 13 മുതലുള്ള വാക്യങ്ങളില് അവന്റെ മുൻകാല അനുഭവത്തിൽ നിന്ന് അവൻ സാംസൺ പഠിച്ചില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ രണ്ടാമതും ഈ പ്രേമബന്ധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയാണ്. നാസീർ വ്രതക്കാരുടെ മുടി മുറിക്കുക എന്ന വ്രതം അവസാനിച്ചു. അതായത് മുടി മുറിക്കാതെ, അതിലാണ് അവന്റെ ശക്തി ഇരുന്നത്. അപ്പോ ഈ രഹസ്യം ദലീല ചോർത്തെടുത്ത് അങ്ങനെ അവൻ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. 16ാമത്തെ അധ്യായത്തിൽ സാംസന്റെ കഥ. അപ്പോ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ഇസ്രായേലിലെ രാജവാഴ്ചയില്ലാത്ത ഒരു കാലഘട്ടം. ഇസ്രായേലിൽ രാജവാഴ്ചയില്ലാത്ത ഒരു കാലഘട്ടത്തില് ആ സ്ഥലത്താണ് മിക്കായുടെ പൂജാ ഗൃഹത്തെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നത്. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന മിക്കായ എന്ന മനുഷ്യൻ തന്റെ അമ്മയുടെ 1100 വെള്ളനാണയങ്ങൾ മോഷ്ടിച്ചതാണ് ഒന്നാമത്തെ പാപമായിട്ട് ചിത്രീകരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 17:21 ഇസ്രായേലിലെ രാജ്യഭരണത്തിന് മുൻപുണ്ടായിരുന്ന കുഴഞ്ഞു മാറിയ ഒരു അവസ്ഥയാണ് ഈ ഗ്രന്ഥത്തിലെ വെളിപ്പെടുത്തുന്നത്. വരെ ന്യായാധിപന്മാരെ പറഞ്ഞു. പിന്നീട് ന്യായാധിപന്മാർക്ക് ശേഷം രാജാക്കന്മാരില്ലാത്ത ഒരു അവസ്ഥയിൽ ആദ്യത്തെ ഒരു സംഭവം പറയുന്നത് മിക്കായുടെ പൂജാഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവര് ദാനിലേക്ക് കുടിയേറി പാർക്കാൻ ഇസ്രായേലിന്റെ 18ാം അധ്യായം ആരംഭിക്കുന്നത്
അക്കാലത്ത് ഇസ്രായേലിലെ രാജാവില്ലായിരുന്നു എന്ന പ്രസ്താവനയോട് കൂടെ തന്നെയാണ്. അപ്പോ ദാൻകാർ അവിടുത്തെ നാട്ടുകാരെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് മൂലം തങ്ങൾക്കായി വേറെ സ്ഥലം അന്വേഷിക്കുന്ന കാലമായിരുന്നു വരുന്നത്. അവരിൽ നിന്ന് ലായിഷ് ഒറ്റുനോക്കാനായിട്ട് വന്നവർ മിക്കായുടെ ഈ ഭവനത്തിൽ വരികയും അവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ലേവിനെ കാണുകയും അവൻ വഴി കർത്താവിനോട് ആരായുകയും ചെയ്തു. അങ്ങനെ ഇവര് ഈ ദാനിലേക്ക് കുടിയേറി. അവിടെ വെച്ച് 19-ാം അധ്യായത്തിൽ 1 മുതൽ 30 വരെയുള്ള ഭാഗത്ത് ഗിബയക്കാരുടെ ഒരു മ്ലേച്ഛത കാണാം. നമ്മള് ലോത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു മ്ലേച്ഛതയാണ് ഇവിടെ വായിക്കുന്നത്. ഇസ്രായേലിലെ രാജവാഴ്ചയിലായിരുന്ന കാലത്ത് ഓരോരുത്തരും തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തിരുന്നുവെന്നും ഒരു രാജാവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും കാണിക്കാനാണ് ഈ ഗ്രന്ഥകർത്താവ് ഇവിടെ കഥ വിവരിക്കുന്നത്. എഫ്രായിമിലെ ഒരു ലേവ്യൻ ബെത്ലേഹംകാരിയായ ഒരുവളെ ഉപനാരിയായിട്ട് സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദയായിലെ പിതൃഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവളെ അനുനയിക്കാനായിട്ട് പുറപ്പെട്ട ഒരു ലേവിനെ ഏകദേശം ഒരാഴ്ച കാലത്തോളം അമ്മായിയപ്പൻ സൽക്കരിച്ച് വീട്ടിൽ നിർത്തി. 5-ാം ദിവസം വളരെ താമസിച്ച് അവര് യാത്ര പുറപ്പെട്ടാണ്. അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ഗിബയ വരെ മാത്രം യാത്ര ചെയ്യാൻ അവർക്ക് അന്ന് കഴിഞ്ഞുള്ളൂ. വേറൊരു വീട്ടില് രാത്രി ഒരു ബെഞ്ചമിന്റെ വീട്ടില് താമസമാക്കിയാണ്. പക്ഷേ ആ നാട്ടിലെ ആഭാസന്മാര് വന്നിട്ട് അതിഥിയായി വന്നിരിക്കുന്ന മനുഷ്യനെ തങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് തരണമെന്ന് പറഞ്ഞു. പക്ഷെ ലോത്തിന്റെ കഥയിലെ പോലെ തന്നെയാണ് ആ ലേവിന് ഗത്യന്തരമില്ലാതെ അവളെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അടുത്ത പ്രഭാതത്തില് അവൾ ആ വീടിന്റെ പടിവാതിൽക്കല് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇതിന്റെ ഒരു ദൈവശാസ്ത്ര ഘടന എന്ന് പറയുന്നത് 12 ന്യായാധിപന്മാരുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥം ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അന്യദേവന്മാരുടെ പുറകെ പോയ ഇസ്രായേൽ ഈ ദേവന്മാരെ ആരാധിക്കുകയും ദൈവപ്രമാണം ലംഘിച്ച് പാപം ചെയ്യും. അതിലൊരു ചരിത്രം കാണാം. തൽഫലമായി ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവര് ശത്രുക്കളാല് കഠിനമായി പിടിക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ജനത്തോട് അനുകമ്പ തോന്നിയ ദൈവം ശക്തനും ധീരനുമായ ന്യായാധിപന്മാരെ അവർക്കായിട്ട് നൽകി. ആ ന്യായാധിപൻ ജനത്തിന്റെ ശത്രുക്കൾക്ക് എതിരായിട്ട് യുദ്ധം ചെയ്തു വരുന്നു. അങ്ങനെ ന്യായാധിപന്റെ ജീവിതാന്ത്യം വരെ അവിടെ സമാധാനം സ്ഥാപിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും അവര് തിരിച്ചു വിഗ്രഹാരാധനയ്ക്കുമ്പോൾ ദൈവ ന്യായാധിപന്മാരെ അയക്കും. പരസ്പരം മത്സരിക്കുകയും വഴക്കിടുകയും എന്നാൽ തമ്മിൽ ഐക്യം കണ്ടെത്താൻ പരിശ്രമിക്കുകയും അതേസമയം തങ്ങൾക്ക് വസിക്കാൻ കാനാൻ ദേശത്ത് ഇടമന്വേഷിക്കുകയും ചെയ്യുന്ന 12 ഗോത്രങ്ങളുടെ ഒരു ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഈ ഇത് ചുരുളഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രാവശ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും അക്കാലത്ത് ദേശത്ത് രാജാവില്ലാതിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ ദേശത്തുള്ള ജനങ്ങളുമായും നാടോടികളുമായും ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. പലപ്പോഴും ഒരു ഗോത്രം മറ്റേ ഗോത്രത്തിനെ സഹായിക്കാൻ സന്നദ്ധമായ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില്. അപ്പൊ അങ്ങനെ ആ 12 ഗോത്രങ്ങള് റൂബൻ, ഉൽപ്പത്തിയുടെ പുസ്തകം 49:1-27 കാണുന്ന 12 ഗോത്രങ്ങൾ തന്നെയാണ്. റൂബൻ, ഷിമയോൻ, ലേവി, യൂദ, സെബ്ലോൻ, ഇസ്സാഖർ, ദാൻ, ഗാദ്, ആഷേർ, നഫ്താലി, ജോസഫ്, ബെഞ്ചമിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസഫിന് ലഭിക്കുകയില്ല, ലേവിക്ക് ലഭിക്കുകയില്ല. ലേവിയോട് പറയും ദൈവമാണ് നിന്റെ ഓഹരി. ജോസഫിന് പകരം ജോസഫിന്റെ 12 മക്കൾക്ക് 2 മക്കൾക്ക് ഇത് ലഭിച്ചു കൊടുക്കും. ഇനി നമുക്ക് കാണാം കാനാൻ ദേശവും ഇസ്രായേൽക്കാരും. അപ്പൊ സിറിയക്കാരനായ നാമാനെ എലീശ പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ കുഷ്ഠവിമുക്തനാക്കിയപ്പോൾ ഇസ്രായേലിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവരാനായിട്ട് നാമാൻ എലീശയോട് അനുവാദം ചോദിച്ചു. കാരണം പഴയകാല വിശ്വാസം അനുസരിച്ച് ഒരു രാജ്യത്തിനും അവകാശമായിട്ട് സ്വർഗത്തിലെ ഒരു ദേവനുണ്ട്. ആ ദേവന്റെ മണ്ണിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ദേവൻ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇവിടെ വിവരിക്കുന്നത്. ഹെസക്കിയ രാജാവിന്റെ കാലത്ത് അസീറിയൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായ റബ്ഷക്കെ ജെറുസലേമിനെ ഉപരോധിച്ച് വെല്ലുവിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു യൂദ രാജാവ് ദേശം കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ള സംഭവം. അപ്പൊ അവിടെ കാനാൻ ദേശത്തെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഇവിടെ പറയുകയാണ്. ഇനി പുറപ്പാടിന്റെ അന്ത്യത്തില് നമുക്ക് കാണാവുന്ന ഒരു സംഭവമായിരുന്നു. വാഗ്ദാന ദേശത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മോശ അവരെ അനുസ്മരിച്ചു. നമ്മളൊരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ
നമ്മൾ ടൂറൊക്കെ പോകുമ്പോ പറയില്ല, ഒരു നാട്ടിലെത്തി കഴിഞ്ഞാല് ലീഡർ പറയും ഈ നാട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെ ഇവിടെ പറയേണ്ടത്. പുറപ്പാടിന്റെ അന്ത്യത്തിലെ ജനം വാഗ്ദാന ദേശത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മോശെ അനുസ്മരിച്ചു. ദേശം വിശുദ്ധവും അനുഗ്രഹീതവും ഫലപുഷ്ടമായ ദൈവദാനമാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ ദേശം തന്നെ അവർക്ക് കർത്താവിനെ ഉപേക്ഷിക്കാനും ഫലപുഷ്ടിയുടെയും ശക്തിയുടെയും ദേവനായി ദേശത്ത് അറിയപ്പെടുന്ന ബാലിനെ ആരാധിക്കാനുമായി അവർ പരീക്ഷിക്കപ്പെടാനുള്ള കാരണമാകും. അപ്പൊ മോശ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാണിത്, ദൈവമാണ് നയിക്കേണ്ടത് എന്ന്. പക്ഷെ അവർക്ക് ചുറ്റും മറ്റ് അന്യദേവന്മാരുണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബാലിനെ ആരാധിക്കാനുള്ള ഒരു ടെംപ്റ്റേഷനും അവർക്കുണ്ടായി. കർത്താവിനോട് വിധേയമായി പരിശുദ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യസ്ഥ ജോലിയാണ് ഈ ദേശത്തിന്റെ അവകാശം. ഈ ദേശം അവർക്ക് കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ട് അവര് ദൈവത്തോട് വിശ്വസ്ത പുലർത്തേണ്ടതാണ് എന്ന് മോശ പലപ്പോഴും ഇവരെ ഓർമ്മിപ്പിച്ചു. പിന്നീട് ജോഷിയും ഇവരെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദേശത്ത് പ്രവേശിച്ച നിമിഷം മുതല് ജനം ദേശനേതാവായ കർത്താവിനെ അവര് അവഗണിച്ചു, അവിടുത്തെ ഒറ്റിക്കൊടുത്തു. അതായത് അവര് വീണ്ടും വിഗ്രഹങ്ങളുടെ പുറകെ പോവുകയാണ്. പിന്നീട് ഇവര് രാജഭരണത്തിന് വേണ്ടിയിട്ട് കേണു. ദൈവം സാമുവേൽ പ്രവാചകൻ വഴി ഇവരെ സമീപിച്ച് രാജാവിനെ ലഭിക്കുകയാണ്. ആദ്യത്തെ രാജാവായ സാവൂള്, ദാവീദ്, സോളമൻ, ഇങ്ങനെ 3 രാജാക്കന്മാരാണ് അവിഭക്ത ഇസ്രായേലിൽ ഉണ്ടായിരിക്കുക. അതിനുശേഷം സോളമന് ശേഷം സോളമന്റെ ജെറോബാവിന്റെ കീഴില് രാജ്യം വിഭജിക്കപ്പെടുകയും പിന്നീട് അവര് അസീറിയൻ പ്രവാസത്തിലേക്കും ബാബിലോൺ പ്രവാസത്തിലേക്കും പോകുന്നതിനെ കുറിച്ചും ഇവിടെ വിവരിക്കുന്നുണ്ട്. ഈ രാജഭരണത്തിനും വിഭക്ത രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവര് രാജാവ് വേണം എന്ന് മുറവിള് കൂട്ടിയിട്ട് അങ്ങനെ രാജഭരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴും ഇവരുടെ മനോഭാവങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. ഇവര് ദൈവത്തിൽ വിശ്വസിക്കും, ദൈവത്തോട് വിശ്വസ്ത പുലർത്തും, കുറച്ച് കഴിയുമ്പോൾ വിഗ്രഹാരാധന നടത്തും, ദൈവത്തോട് അവിശ്വസ്ത കാണിക്കും. ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും ദൈവത്തോട് മാപ്പ് ചോദിക്കും, ദൈവം ഇവരോട് ക്ഷമിക്കും, പക്ഷെ വീണ്ടും ഇവര് തെറ്റ് ചെയ്തു പോകുന്നു. ജനം വിശുദ്ധമായൊരു സമൂഹമായി തീരേണ്ട അതിന്റെ ആവശ്യതയെ കുറിച്ച് അവർ സംസാരിച്ചു. ദേശത്തിന്റെ പുനഃസ്ഥാപനമല്ല, ജനത്തിന്റെ വിശുദ്ധീകരണമാണ് ആവശ്യമെന്ന് ഇവരെ പല പ്രാവശ്യം ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വാഗ്ദാന ദേശത്തെ ജനത്തുണ്ടായ പരാജയം ഇബ്രാകാരസ്ഥ ദൈവശാസ്ത്രന്മാരെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിച്ചു. ഇവരെ ദൈവം വാഗ്ദാനം കൊടുത്ത നാട്ടിൽ വന്നെങ്കിലും ഇവർക്ക് ഇടയ്ക്കിടെ പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ദാവീദിനെ പോലെ ഒരു രാജ്യം സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രീയ രാജാവിനെ ഇവർക്ക് കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പിന്നീട് ഇവര് പ്രവാസം കഴിയുമ്പോഴും ഇവര് വീണ്ടും ഒരു രാജാവിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഈ യുഗം അവസാനിക്കുമെന്നും അതേ തുടർന്ന് ഇസ്രായേൽക്കാർ ശ്രേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുതിയ ലോകം ദൈവം സൃഷ്ടിക്കുമെന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഇവരുടെ ഇടയിൽ അവരങ്ങനെ വിചാരിക്കുകയാണ് ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളത്. ഏതെങ്കിലും രാജാവിനെ ദൈവം തരുമെന്നുള്ളത്. ഇനി ഇവരുടെ നമുക്ക് സാമുവേൽ പ്രവാചകനെ നമുക്ക് കാണാം. രാജാക്കന്മാരുടെ ചരിത്രം പിന്നീട് വരും. എന്താണ് അവർക്ക് അവിഭക്ത ഇസ്രായേലിൽ ലഭിച്ച 3 രാജാക്കന്മാരും രാജാക്കന്മാരുടെ ശേഷം 3 രാജാവിന് ശേഷം റഹോബാവിന്റെ കീഴിലെ രാജ്യം വിഭജിക്കപ്പെടുന്നതിനെ കുറിച്ചും സാമുവേൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് കേൾക്കാം. സാമുവേലിനെയും രാജാക്കന്മാരുടെയും ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേലിലെ അതിപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലത്തെ കുറിച്ചാണ്. അപ്പൊ അതുവരെ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല, പിന്നെ പ്രവാചകനുണ്ടായിരുന്നില്ല, ന്യായാധിപന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സാമുവേൽ തൊട്ട് ഒരു വ്യത്യസ്തമായ ചരിത്രം ഇസ്രായേലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രന്ഥത്തിന്റെ ഘടനയില് കാണുന്നത് ഒന്ന് സാമുവേലിന്റെ ബാല്യകാലവും വിവരണം 1-3 അധ്യായത്തിലെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ വാഗ്ദാനം പേടകം
അതുപോലെ യുദ്ധത്തിന് പുറപ്പെടുന്നു. ഈ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ രാജാവിനെ വാഴിക്കാനുള്ള തീരുമാനം. 13 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളില് സാവൂളിന്റെ പരാജയം, ദാവീദിന്റെ വളർച്ചയും. 2 സാമുവേൽ 1:8 ഇസ്രായേലിന്റെ മേലുള്ള ദാവീദിന്റെ സാവൂൾ കഴിഞ്ഞു, പിന്നെ ദാവീദ് വരുന്നു. ദാവീദിന്റെ കൊട്ടാര ചരിത്രം, പിന്തുടർച്ച ചരിത്രം, ദാവീദിനെ കുറിച്ചുള്ള മറ്റു കഥകൾ. ഇപ്പൊ സാമുവേലിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ കാര്യമായ ഐക്യമില്ലാതിരുന്ന ഒരു പറ്റം ഗോത്രങ്ങളുടെ നിലയിൽ നിന്ന് ശക്തമായ ഒരു രാജ്യമായി ഇസ്രായേൽ വളർന്ന ചരിത്രമാണ് 1, 2 സാമുവേൽ ഇരിക്കുന്നത്. അപ്പൊ ഈ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് സാമുവേലിന്റെ വിളിയെ കുറിച്ച് വിവരിക്കുന്നതും ദാവീദിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാവൂളിന്റെ രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. 1 സാമുവേൽ സാവൂളിനെ കുറിച്ച് പറയുന്നു, 2 സാമുവേലില് കൂടുതലും ദാവീദ് രാജാവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കേട്ടു എന്നാണ്. ദൈവം കേട്ടു എന്നാണ്. നമുക്കറിയാം സാമുവേലിന്റെ അമ്മ ഒന്നവിടെ പ്രാർത്ഥിച്ച് അന്ന വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതിന്റെ അടയാളമായിട്ട് പുത്രനെ നൽകിയെന്ന് വിശ്വസിച്ച് അവൾ അങ്ങനെ ആ അർത്ഥത്തിൽ പേരിടുകയാണ്. പ്രധാന തിരുനാളുകളിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ വന്ന് ആരാധന നടത്തുന്നതിനായി അന്ന് ഷീലോയിലുണ്ടായിരുന്ന വാഗ്ദാന പേടകത്തെ സംരക്ഷിച്ചിരുന്ന ഏലി എന്ന പുരോഹിതന്റെ അടുത്താണ് നാം സാമുവേലിനെ ആദ്യം കാണുന്നത്. ബാലനായ സാമുവേല് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ദൈവത്തിന്റെ വിളി ലഭിക്കുന്നത്. ഹന്ന എന്ന അമ്മ ദേവാലയ ശുശ്രൂഷയ്ക്കായി ഷീലോയിൽ പുരോഹിതനായ ഏലിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഈ ബാലനായ സാമുവേലിനെ സമർപ്പിച്ചു. അവിടെ വെച്ച് ബാലനായ സാമുവേല് ദൈവത്തിന്റെ പ്രത്യേക വിളി സ്വീകരിക്കുകയും പ്രവാചകനും ഒരേ സമയം പ്രവാചകനും പുരോഹിതനുമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് ഫിലിസ്തീർക്കുള്ള ഒരു നിർണായക യുദ്ധത്തിലെ വാഗ്ദാന പേടകം കൂടെ കൊണ്ടുപോകാനായിട്ട് ഏലി ഇസ്രായേലിനെ അനുവദിച്ചു. ഫിലിസ്തീർ ഇസ്രായേലിനെ അത് അനുവാദമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഏലി തന്റെ ഓവർ തീക്ഷ്ണത കൊണ്ട് ചെയ്തൊരു കാര്യമാണ്. ഫിലിസ്തീർ ഇസ്രായേലിനെ അപ്പൊ പരാജയപ്പെടുത്തി ഏലിയുടെ മക്കളെ വധിക്കുകയും വാഗ്ദാന പേടകം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ദാരുണമായിട്ടുള്ള ഈ വാർത്ത കേട്ട് ഏലി മരിച്ചു വീണു. അപ്പോൾ സാമുവേൽ നാട്ടിലെ ഏക നേതാവായിട്ട് ഉയർന്നു വരികയാണ്. ഏലി മരിച്ചു, സാമുവേൽ നേതാവായിട്ട് വരുന്നു. അദ്ദേഹം ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുകയും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ജനത്തിനിടയിലെ തർക്കങ്ങൾക്ക് വിധി പറയാനൊക്കെ തുടങ്ങി. അങ്ങനെ ഐക്യമില്ലാതിരുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വീണ്ടും ഒരു നേതാവായിട്ട് അദ്ദേഹം വരികയാണ്. പിന്നീട് സാമുവേലിന്റെ അടുത്ത് ജനങ്ങൾ മുറവിളി കൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, അടുത്തുള്ള രാജ്യങ്ങൾക്ക് രാജാവുള്ളത് പോലെ വേണമെന്ന് പറയുന്നു. ആ കാര്യം 1 സാമുവേൽ 8:15 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവര് ഒരുമിച്ച് ഒരു രാജാവിനെ വേണമെന്ന് പറയുന്നു. ഇപ്പൊ ദൈവിക നിർദ്ദേശപ്രകാരം സാവൂള് ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുകയാണ്. എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന ഒരു ആവശ്യമുണ്ട്. അപ്പൊ ദൈവത്തെ അവർ ഉപേക്ഷിച്ചിട്ട് രാജാവിനെ വേണമെന്ന് അങ്ങനെ അത്രമാത്രം ഒരു മുറവിളി കേട്ടപ്പോഴും പാവം ദൈവം അവർ നിവൃത്തിയില്ലാതെ ഇസ്രായേൽക്കാർക്ക് ഒരു രാജാവിന് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ രാജാവായിട്ട് വരുന്നത് സാവൂളാണ്. ഒരിക്കല് ഇതിന്റെ കഥ നമുക്കറിയാം. 1 സാമുവേല് 10:17-24, 12:1-5 സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുതകളെ കാണാതായി പോയപ്പോൾ അതിനെ അന്വേഷിക്കാനായിട്ട് സാവൂളിനെ ഒരു ദൂതനോടൊപ്പം അയക്കുകയാണ്. ഗിബിയായിലെ ഭവനം വിട്ട് അവർ കഴുതയെ അന്വേഷിച്ച് സൂഫ് പ്രദേശത്തെത്തി. ഇനി അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് സാവൂൾ നിശ്ചയിച്ചപ്പോൾ അവിടെ അടുത്ത റാമായിൽ ദർശനശക്തിയുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് സാമുവേല്. അയാളെ കണ്ടാൽ അയാൾ മൃഗങ്ങളെ കണ്ടെത്താൻ സഹായിക്കുമെന്നും ദാസൻ സാവൂളിനോട് പറയുകയാണ്. തനിക്ക് മുൻകൂട്ടി ലഭിച്ചിരുന്ന ദർശനം അനുസരിച്ച് തന്നെ തേടി വരുന്ന സാവൂളിനെ അവിടെ വെച്ച് സാമുവേല് ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സാവൂളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. സാമുവേൽ ജനത്തെ മുഴുവനെ മിസ്പായിൽ വിളിച്ചു കൂട്ടിയിട്ട് സാവൂളിനെ വീണ്ടും പരസ്യമായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. പക്ഷെ ഈ സാവൂള് ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം കർത്താവ് സാവൂളിനെ പരിത്യജിച്ചു. കാരണം അദ്ദേഹം ദൈവത്തോട് വിശ്വസ്ത പുലർത്താത്തത് കൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്.
അപ്പൊ ഈ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമായില്ല. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അതായത് ദൈവത്തോട് അവൻ അനുസരണക്കേട് കാണിക്കുകയാണ്. അങ്ങനെ സൗളിൽ നിന്ന് ഈ സംഭവം എടുത്ത് ദാവീദിലേക്ക് പോവുകയാണ്. ഗ്രന്ഥത്തിന്റെ 2-ാം ഭാഗത്ത് സാവൂളിന്റെ പതനത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. 1 സാമുവേല് 16:31. ഒപ്പം ദാവീദിന്റെ പടിപടിയായ ഉയർച്ചയുമാണ് ഇവിടെ ചർച്ചാ വിഷയമായിട്ട് തരുന്നത്. സാവൂളിന് പകരം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. അതിന്റെ ഫലമായി ദാവീദിന് സാവൂളിൽ നിന്ന് ഓടി. കാരണം ഒരു രാജാവിരിക്കെ വേറൊരാളെ അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അസൂയ വന്ന് ദാവീദിനെ കൊല്ലാനായിട്ട് സാവൂള് നോക്കുന്നു. അപ്പൊ സാവൂളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദാവീദ് ഓടേണ്ടതായിട്ട് വരികയാണ്. ഇനി സാവൂളിന്റെ ഏറ്റവും വലിയ പാപമായിട്ട് പറയുന്നത് മന്ത്രവാദമായിരുന്നു. സാമുവേലിന്റെ മരണശേഷം ഫിലിസ്തീനുമായി യുദ്ധമുണ്ടായപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാവൂള് കർത്താവിനോട് ആരാഞ്ഞെങ്കിലും ഒരു ഫലം ലഭിക്കാണ്ട് വന്നപ്പോൾ സാവൂള് എന്തോറില് ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് പോയിട്ട് മരിച്ചുപോയ സാമുവേല് തനിക്കായിട്ട് വരുത്താൻ ആവശ്യപ്പെട്ടു. മന്ത്രവാദിനി അതനുസരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിവരണം. അത് മന്ത്രവാദിനിയാണ് വിവരിച്ചപ്പോൾ അത് സാമുവേലിനത് സാവൂളിന് മനസ്സിലായി എന്ന് പറയാണ്. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒരു മൃത സന്ദേശ വിദ്യ മറ്റു മതസ്ഥരെ അനുഷ്ഠിച്ചു വന്നു. ഇസ്രായേൽക്കാരെ അത് അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പുരാതന ഈജിപ്ത്, ബാബിലോൺ, ഗ്രീസ്, പേർഷ്യ, റോമ ഇവിടെയൊക്കെ ഇത് അനുഷ്ഠിച്ചിരുന്നു. ദൈവം അവരോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ സാവൂൾ രാജാവ് ചെയ്തൊരു കാര്യം. അപ്പൊ നമുക്ക് തോന്നും ഈ സാമുവേൽ തന്നെയാണോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതെന്ന്. സാമുവേൽ ശരിക്കും ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നൊക്കെ നമുക്ക് ഒരു സംശയം വരും. നിയമാവർത്തകൻ ആ ചോദ്യത്തിന് ഉത്തരം ഇവിടെ നൽകുന്നില്ല. മൃത സന്ദേശ വിദ്യ ചെയ്യുന്നത് ദൈവജനത്തിന് അനുവദനീയമല്ലാണ്. ഇവിടെ മന്ത്രവാദം കഠിനമായ തിന്മയാണ് എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മള് ജീവിതത്തിലെ വിശ്വാസി ഉപദേശം സ്വീകരിക്കേണ്ടതും അതുപോലെ ഭാവിയെ കുറിച്ച് ആരായേണ്ടതും ദൈവത്തിന്റെ അടുത്താണ്, അല്ലാണ്ട് മന്ത്രവാദിനിയുടെ അടുത്തല്ല. അതായത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ് നമ്മൾ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോയത്. പിന്നീട് ഇവിടെ നമുക്ക് മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഇസ്രായേൽക്കാരുടെ ഇടയിലും ഒരു സംശയം നിലനിന്നിരുന്നു. അപ്പോ ചിലപ്പോഴേക്കും നമ്മൾക്ക് ഈ മരിച്ചവരുടെ വേർപാട് എപ്പോഴും നമുക്ക് ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിലൊക്കെ കണ്ടു എന്നിരിക്കാം. എന്നാൽ ആരെയും ഉയർപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുകയില്ല. പിന്നെ ആൾക്ക് അങ്ങനെ ഒരു സാവൂളിനെ സംബന്ധിച്ചോളം അത് സാമൂഹ്യ പ്രവചനം ആയിരിക്കില്ല, വേറൊരായിരിക്കും. പക്ഷെ ആളുടെ ഉള്ളിൽ സാമൂഹ്യം എന്നുള്ളത് കൊണ്ട് ആ ഒരു ഇതില് പക്ഷെ അവിടെ വിഗ്രഹാരാധന നടത്തി എന്നുള്ള ഒരു വലിയ തെറ്റ് സാവൂൾ ചെയ്യുകയാണ്. ഇനി ദാവീദിന്റെ ഭരണകാലത്തെ കുറിച്ച് 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാവീദിന്റെ ഭരണകാലത്തെ കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. രാഷ്ട്രീയമായും സൈനികമായും വലിയൊരു തന്ത്രജ്ഞനായിരുന്നു ദാവീദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ത്വരിതഗതിയിലുള്ള വളർച്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ തന്റെ ഭാഗത്തേക്ക് ചേർക്കാനായിട്ട് ദാവീദിന് ഒരു വലിയ കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ഹെബ്രോണിൽ നിന്ന് ഈ ദാവീദിനെ ഇങ്ങനെ നമുക്കത് സാവൂൾ 1000 ദാവീദ് 10,000. അപ്പൊ ഇവര് രാജാവാക്കണം എന്ന് ഇങ്ങനെ പലരും വിളിച്ചു പറഞ്ഞു. വീണ്ടും രാജാവായിട്ട് കുറെ ജനങ്ങൾ ദാവീദിന്റെ പിന്നാലെ തന്നെയാണ് സാവൂൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം മേലെ രാജാവായതിനു ശേഷം ദാവീദ് പ്രധാനമായിട്ട് ഒരു കാര്യം അവിടെ ചെയ്യുകയാണ്. ദാവീദ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. യൂദായുടെയും വടക്കൻ ഗോത്രങ്ങളുടെയും പൊതു അതിർത്തിയിൽ ഉണ്ടായിരുന്നതും എന്നാൽ രണ്ടിന്റെയും ഭാഗത്തല്ലാതിരുന്ന ജബൂസ് എന്ന ജെറൂസലേം കാനാൻകാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം പിടിച്ചടക്കി. അത് തന്റെ തലസ്ഥാനമാക്കി മാറ്റി. അതുവരെ ഹെബ്രോണിലായിരുന്നു തലസ്ഥാനം. ദാവീദ് ഈ ജബൂസ് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കി. അതായത് ഇന്ന് നമ്മൾ പറയുന്ന ജെറുസലേം പിടിച്ചടക്കി. അത് തന്റെ നഗരിയുടെ തലസ്ഥാനമാക്കി. അതുകൊണ്ടാണ് ജെറുസലേമിനെ ദാവീദിന്റെ നഗരം എന്നെല്ലാം വിളിക്കുന്നത്. തുടർന്ന് അദ്ദേഹം വാഗ്ദാന പേടകം അവിടേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു കൂടാരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദാവീദ് ജെറുസലേം സ്ഥാപിച്ച് അതിനെ ഇസ്രായേലിന്റെ ആരാധന കേന്ദ്രമാക്കി മാറ്റിയത്.
അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തില് ദാവീദ് പറയാണ്, ഞങ്ങളെല്ലാം ഇങ്ങനെ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോൾ ഈ ദൈവം കൂടാരത്തില് വാഗ്ദാന പേടകം കൂടാരത്തിൽ അവൻ പണിയില്ല ഒരു ദേവാലയം പണിയെന്ന് അദ്ദേഹം ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം പറയും, നിനക്ക് അത് സാധിക്കുകയില്ല, നിന്റെ മകൻ സോളമനിലൂടെയാണ് അദ്ദേഹം അത് പൂർത്തിയാക്കുക എന്ന് പറയാണ്. 2 സാമുവേൽ 7:12-16 ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ തന്റെ ദൈവമായ യാഹ്വയ്ക്കായി ഒരു ആലയം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചെങ്കിലും യാഹ്വയുടെ പ്രവാചകനായ നാഥാൻ അതിന് അനുവദിച്ചില്ല. ദാവീദിന്റെ സന്മനസ്സിന് പ്രതിഫലമായിട്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സുണ്ടായല്ലോ, യാഹ്വയ്ക്ക് ഒരു ആലയം പണിയാന്നുള്ളതിന്. ദൈവം നിത്യമായ ഒരു രാജ്യം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. അത് നമുക്ക് ഇവിടെ വായിച്ചു കേൾക്കാം. 2 സാമുവേൽ 7:12-16. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചവിട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എന്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കും. അതായത് ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് മിശിഹ ജനിക്കുമെന്നൊരു വാഗ്ദാനത്തിന്റെ പ്രതിധ്വനി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം ദൈവം ദാവീദിന് നൽകുന്ന ഈ വാഗ്ദാനം തന്നെയാണ് 2 സാമുവേലിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇസ്രായേലിന്റെ സങ്കീർത്തനങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളും ഈ ഭാഗം അനുസ്മരിക്കപ്പെടുന്നുണ്ട്. അതായത് ദാവീദിന്റെ വംശം എന്ന് നിലനിൽക്കുമെന്നുള്ളതും മിശിഹ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിക്കുമെന്നുള്ളത് എല്ലാവരും ഐക്യപ്പെടുത്തുന്നതിനായി ദാവീദ് സാവൂളിന്റെ കുടുംബത്തിൽ ബാക്കിയായ അദ്ദേഹത്തിന്റെ പുത്രൻ മെഹിബോഷത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഷിലോയിലെ പുരോഹിതനായ എലിയുടെ മക്കളെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദിന്റെ തിന്മയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരണം ആവശ്യമില്ല. ദാവീദ് എത്ര വിജയകരമായി പുറത്തുള്ള വലിയ ശത്രുക്കളെല്ലാം കീഴ്പ്പെടുത്തിയെന്നും രാജ്യത്തിന്റെ പഴയ മുറിവുകൾ ഉണക്കിയെന്നും എന്നാൽ സ്വന്തം കുടുംബത്തെയും വികാരത്തെയും നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാല് ദാവീദ് വീണ്ടും ദൈവത്തോട് പശ്ചാത്തപിച്ച് മാപ്പ് ചോദിച്ച് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുകയാണ്. പിന്നീട് ദാവീദിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സോളമൻ വരും. ദാവീദിന്റെ ചില മഹത്വത്തിലെ നമുക്ക് കാണാവുന്ന ചില പോയിന്റ്സ് ആണ്. ദൈവത്തിന് ഇസ്രായേലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി പല സങ്കീർത്തനങ്ങളും ദാവീദ് രചിച്ചിട്ടുണ്ട്. വളരെയധികം കുറവുകളുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. എന്നാലും പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യം കിട്ടി. അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിലും വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വന്നതാണ് കാണാൻ അതിനുള്ള ഒരു കാരണം. ദാവീദ് ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥയോടും കൂടി കർത്താവിന് മുന്നിൽ വ്യാപരിച്ചു. 1 രാജാക്കന്മാർ 9:4 കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, അവന്റെ ഹൃദയം കർത്താവിനോട് പരിപൂർണ വിശ്വസ്തത കാണിച്ചു. ദാവീദിനെ കുറിച്ച് പറയാണ്, ദാവീദിന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തിനോട് പരിപൂർണ വിശ്വസ്തത കാണിച്ചു. 1 രാജാക്കന്മാർ 11:4-6. ഇനി അദ്ദേഹം പല മാരകമായ പാപങ്ങളും ചെയ്തെങ്കിലും അടിസ്ഥാനപരമായി ദൈവത്തോടുള്ള വിശ്വസ്തത ദാവീദ് എപ്പോഴും കാത്തുപാലിച്ചു. തന്ത്രശാലിയായ ഒരു ധീരയോദ്ധാവ് എന്ന നിലയിൽ അയാൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയും കർത്താവിന്റെ ഭരണവും ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോ എന്നാലും ദാവീദിന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തോട് മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്ന് പറയാണ്. ഇനി ദാവീദിന് ശേഷം സോളമൻ രാജഭരണം ഏറ്റെടുക്കുകയാണ്. പിന്നീട് ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കുന്നു. 10 ഗോത്രങ്ങൾ ജെറോബാമിന്റെയും റഹോബാമിന്റെയും കീഴില് അതില് 10 ഗോത്രങ്ങള് ജെറോബാമിന്റേതിലേക്കും റഹോബാമിന്റേതിലേക്കും പോവാണ്. അപ്പോ ദാവീദിന് ശേഷം വരുന്ന ഒരു രാജാവാണ് സോളമൻ. സോളമന് ശേഷമാണ് രാജ്യം വിഭജിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ അവിഭക്ത ഇസ്രായേലിലെ 3 രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നുള്ളൂ. 1 സാവൂള്, 2 ദാവീദ്, 3 സോളമൻ. സോളമന് ശേഷം രാജ്യം വിഭജിക്കപ്പെടുകയാണ്. അപ്പൊ സോളമനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോളമനാണ്
ഈ ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ച രാജാവ് ദാവീദ് ആഗ്രഹിച്ചെങ്കിലും സോളമനിലൂടെയാണ് അത് പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ സോളമന്റെ വിജ്ഞാനം എല്ലാവർക്കും പ്രസിദ്ധമാണ്. സോളമന്റെ നേട്ടങ്ങളായി അറിയപ്പെടുന്ന 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വിജ്ഞാനം, അതുപോലെ തന്നെ അദ്ദേഹം കർത്താവിന് വേണ്ടി ഒരു ആലയം പണി കഴിപ്പിച്ചു എന്നുള്ളത്. അയൽ രാജ്യങ്ങളുമായി സോളമൻ വലിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചു. അറേബ്യയിൽ നിന്നും കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള സമ്പത്ത് രാജ്യത്ത് എത്തിക്കാനായിട്ട് അദ്ദേഹം ചെങ്കടലില് കപ്പലുകൾ ഏർപ്പെടുത്തി. ഇതെല്ലാം അദ്ദേഹത്തിന് നേട്ടങ്ങളിൽപ്പെട്ട ഒരു സംഭവങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തിന്മകളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ബുദ്ധിമാനും മഹാനും ഭക്തിയുള്ളവനായിരുന്നെങ്കിൽ ജനത്തിന്റെ കാര്യത്തിൽ അതേവ താല്പര്യമുള്ള രാജാവാണ്. ഐശ്വര്യം ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഫലമായിരിക്കുന്ന നിയമാവർത്തനത്തിൽ അദ്ദേഹത്തിന് അറിയാമെങ്കിലും അദ്ദേഹം പല ഭാര്യമാരെയും സ്വീകരിച്ചു. അതുപോലെ തന്നെ ഒപ്പം അവരുടെ ദൈവങ്ങളെയും ആരാധിച്ചു. അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യവും അന്യരാജ്യങ്ങളിലെ ഇതെല്ലാം സ്വീകരിച്ച് അദ്ദേഹം ദൈവത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം സോളമന് ശേഷം റഹോബാവും രാജാവായി. അപ്പോൾ വടക്കു നിന്നുള്ള 10 ഗോത്രങ്ങള് രാജാവിന് സമീപം വന്ന് അദ്ദേഹത്തോട് രാജനികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. റഹോബാവും അത് സമ്മതിച്ചില്ല. അപ്പോൾ അവര് ദാവീദ് ഭവനം ഉപേക്ഷിച്ചു പോയി. ഈ ആളുകള് ജെറോബാവിനെ രാജാവായിട്ട് സ്വീകരിച്ചു. ഇപ്പൊ ജെറോബാവിന്റെ കീഴില് 10 ഗോത്രങ്ങളും റഹോബാവിന്റെ കീഴില് 2 ഗോത്രങ്ങളും നിന്നു. ജെറോബാവിന്റെ കീഴില് നിന്ന 10 ഗോത്രങ്ങൾ പിന്നീട് ഇസ്രായേൽ എന്നറിയപ്പെടുകയാണ്. റഹോബാവിന്റെ കീഴിൽ നിന്ന 2 ഗോത്രങ്ങള് യൂദ, ബെഞ്ചമിൻ എന്നുള്ളത് പിന്നീട് യൂദ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. പിന്നീട് ഈ ജെറോബാമിന്റെ കീഴിൽ നിന്നവര് അസീറിയൻ പ്രവാസത്തിലേക്ക് 721 പോയി 10 ഗോത്രങ്ങള്. പിന്നീട് അവരൊരിക്കലും തിരിച്ചു വന്നില്ല. എന്നാൽ റഹോബാവിന്റെ കീഴിൽ നിന്നിരുന്നവര് ബാബിലോൺ പ്രവാസത്തിലേക്ക് 587 പോയി. പിന്നീട് അവര് 50-70 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ആവുകയാണ്. അതിനിടയില് നമ്മുടെ അസീറിയ രാജാവ് 5 നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് സമരിയായിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഒരു മിശ്രിത വർഗമായിട്ട് സമരിയക്കാര് അവിടെ സെറ്റിൽ ചെയ്യാണ്. 2 രാജാക്കന്മാര് 17-24 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. സമറിയായുടെ ഉത്ഭവത്തെ കുറിച്ചിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ യൂദയ രാജ്യം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയെങ്കിലും പിന്നീട് അവരെ തിരിച്ചു വന്നു. പിന്നീട് വരുന്നതാണ് അവരുടെ ഉയർച്ചയെ കുറിച്ച്, യൂദയായുടെ ഉയർച്ചയും. പിന്നീട് ഇവർക്ക് ഹെറോദേസ് എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു. പിന്നീട് ഈശോ ഇവിടെയാണ് ജനിക്കുന്നത്. ഈ ബാബിലോൺ പ്രവാസത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അവര് പേർഷ്യക്കാരുടെ കാലഘട്ടത്താണ് ഈ ബാബിലോൺ എസ്രയുടെ പുസ്തകം 1:1 നമുക്ക് കാണാനായിട്ട് പേർഷ്യൻ രാജാവായ സൈറസിന് ഒരു ദർശനം ഉണ്ടാകുകയാണ്. ആ ദർശനത്തിലാണ് ഇവരെല്ലാം തിരിച്ച് ബാബിലോണിലെ ജെറുസലേമിലേക്ക് അയക്കണമെന്ന് പറയുന്നു. അവിടെ വെച്ച് അവര് ദേവാലയം പുതുക്കി പണിത് തിരിച്ചു വന്ന് ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ശരിയായ ഒരു ആരാധനയെ കുറിച്ച് ഈ നിയമാവർത്തന ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, മറ്റ് രാജ്യങ്ങളെയല്ല മറ്റ് രാജാക്കന്മാരെയല്ല ആരാധിക്കേണ്ടതെന്നുള്ള വലിയൊരു ചരിത്രം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ദിനവൃത്താന്തത്തില് ഈ സൈറസ് ബാബിലോൺ കീഴടക്കുന്നതും പിന്നെ അതിനുശേഷം ഇവര് ഗ്രീക്ക് മക്കബായൻ വിപ്ലവത്തെ കുറിച്ച്, അതായത് ഗ്രീക്കുകാരുടെ കീഴിലേക്ക് ഇവർ പോകുന്നതും പിന്നീട് റോമൻ ഭരണത്തിലേക്ക് കീഴിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഒരു ചെറിയ മൈനർ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. യൂദിത്ത്, തോബിത്ത്, അവര് ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്, അവരെങ്ങനെയാണ് ഇസ്രായേൽക്കാരെ രക്ഷിച്ചതിനെ കുറിച്ചിട്ട്. തോബിത്ത് നമുക്കറിയാം ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയ ഒരു ഫാമിലിയാണ്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്നും അവന്റെ നന്മയ്ക്ക് മാത്രമായിട്ടാണെന്ന് തോബിത്തിന്റെ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും സഹനങ്ങളും നമ്മള് ക്ഷമയോട് സ്വീകരിച്ചാല് അവിടുന്ന് നമുക്കൊരുങ്ങിയ സമ്മാനത്തിനായിട്ട് നമുക്ക് സമ്മാനം ലഭിക്കും. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ യൂദിത്ത് എന്നുള്ളത് ഒരു സ്ത്രീ എങ്ങനെ അവരെ രക്ഷിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥനയിലും നിയമാനുഷ്ഠാനത്തിലും ദൈവപരിപാലനത്തിലും
അടിയുറച്ച് വിശ്വസിച്ച യൂദിത്ത് ഇസ്രായേൽക്കാരെ ഹോളോഫർണസിന്റെ കീഴിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. യൂദിത്ത് അവളുടെ ദൈവാശ്രയ ബോധമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എസ്തർ രാജ്ഞിയുടെ മനോഹരമായ കഥ ആ പുസ്തകത്തിൽ കാണാനായിട്ട് ശത്രുക്കരങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ദൈവത്താല് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു എസ്തർ. അതുപോലെ റൂത്തിന്റെ കഥയിലെ നമുക്ക് 4 അധ്യായങ്ങളുള്ള ഒരു ചെറിയ ഗ്രന്ഥമാണ് റൂത്തിന്റെ കഥ. ദാമ്പത്യ വിശ്വസ്തതയും കുടുംബ ബന്ധങ്ങളും എപ്രകാരം വിശുദ്ധമാക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. ജീവിതത്തിലെ വിശ്വസ്തതയ്ക്കും ജീവിത മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്നത് കാണിക്കുന്നു. വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും വളരെ പ്രാധാന്യം നൽകുന്ന ഈ ഗ്രന്ഥത്തിലെ ഒരു പ്രധാന വാക്യമാണ് റൂത്ത് പറയുന്നത്, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. മരുമകള് പറയുന്നതാണ്, അമ്മ പോകുന്നിടത്തെല്ലാം ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എനിക്ക് എന്ത് ശിക്ഷയെ നൽകും. അത്രമാത്രം സ്നേഹം അമ്മായിമ്മയോടുണ്ടായിരുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ കാത്തു സൂക്ഷിക്കേണ്ട ആഴമായ ബന്ധമാണ് ഈ ഗ്രന്ഥം വിവരിക്കുന്നത്. അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി കാണാനും മരുമകളെ സ്വന്തം മകളായി സ്വീകരിക്കാനുള്ള ദൈവികമായ പ്രചോദനം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് പല കുടുംബങ്ങളിലും ഇത് വലിയൊരു പ്രശ്നമാണ്, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം. എന്നാൽ അങ്ങനെ പ്രശ്നങ്ങളുള്ളവര് ദയവ് ചെയ്ത് റൂത്തിന്റെ പുസ്തകം വായിക്കണം. പിന്നീട് മക്കബായരുടെ ഒരു വിപ്ലവത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഇത്രയുമാണ് ഇസ്രായേലിന്റെ ചരിത്രവും ബൈബിളിലെ ചരിത്ര വിവരണത്തെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. പിന്നീട് നിങ്ങളുടെ നോട്ട് വായിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ സാധിക്കുന്നു. നമ്മുടെ സമയപരിമിതി മൂലം ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.